Hello students, നമ്മൾ ഇന്ന് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മൈറ്റോസിസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ആൻഡ് മയോസിസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ ചാപ്റ്ററിന്റെ ക്ലാസ്സസ് ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡൗട്ട്സ് ആൻഡ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യുന്ന വിധത്തിലായിരിക്കും നമ്മൾ ഇതിലെ ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് പോവുക. ആൻഡ് ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ NCERT-യിലെ ഏതെങ്കിലും ഒരു ലൈനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിൽ ഒരു ടീച്ചർ കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഐ മീൻ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇത് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ടീച്ചേഴ്സ് എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, സോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഫെർദർ റെഫറൻസിലേക്ക് പോവുക. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ ലേണിംഗ് സോഴ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. പിന്നെ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന 1-2 ബുക്സ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ കേസിൽ നിങ്ങളൊക്കെ ഭയങ്കര ലക്കി ആയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് ഒരുപാട് റെഫറൻസ് ബുക്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. നിങ്ങളുടെ വിരൽ തുമ്പിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. ഏത് ചൂസ് ചെയ്യണം എന്നൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. സോ എപ്പോഴും കൂടുതൽ റെഫറൻസ് ബുക്സ് വായിക്കുക അല്ലേ, കൂടുതൽ വായിക്കുക. NCERT മാത്രം ആകരുത് നിങ്ങളുടെ ലേണിംഗ് സോഴ്സ് എന്ന് പറയുന്നത്. NCERT വായിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ബയോളജിയുടെ കേസിൽ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങളുടെ എല്ലാം. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു റെഫർ മോർ. NCERT-യിൽ ഇപ്പോൾ ചില കാര്യങ്ങൾക്ക് ഹിൻസ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ മോർ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തേക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം MBBS-ന് പോകുന്നവരാണെങ്കിലും ലൈഫ് സയൻസിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകുന്നവരാണെങ്കിലും കൂടുതൽ വായിച്ചെന്ന് വെച്ചാൽ ഒന്നും പറ്റാൻ പോകുന്നില്ല അല്ലേ. കൂടുതൽ വായിക്കുന്നില്ല എങ്കിൽ, റെഫറൻസ് ബുക്സ് ഒന്നും നിങ്ങൾ കാണുന്നില്ല, അതൊന്നും വായിക്കുന്നില്ല എങ്കിൽ എവിടെയാണ് ലേണിംഗ് നടക്കുന്നത്? ഒരിടത്തും ലേണിംഗ് നടക്കാൻ പോകുന്നില്ല കേട്ടോ. ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ച് മാത്രം ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചിരുന്ന മതിയോ? പോരാ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സെല്ലുലാർ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്, സെല്ലിൻ്റെ ഡിവിഷനെ കുറിച്ചാണ് അല്ലേ. സെൽ ഡിവിഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന വേറൊരു ചാപ്റ്റർ ഉണ്ട്. ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ച ചാപ്റ്റർ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്റർ. അതിൽ നിങ്ങൾ സെല്ലിൻ്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിലേക്ക് വരിക. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന കൊച്ചു ക്ലാസ്സിലെ മുതൽ നമ്മൾ പഠിച്ചു വരുന്ന സെല്ലിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, സെൽ ഈസ് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് അല്ലേ. എല്ലാ ലിവിങ് ഓർഗാനിസംസിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് സെൽസ് ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഇനി ഏതൊരു ഓർഗാനിസം ആയിക്കോട്ടെ, കോംപ്ലക്സിറ്റി കുറഞ്ഞ ഓർഗാനിസം ആയാലും കൂടിയ ഓർഗാനിസം ആയാലും, അവരുടെയൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സെൽഡ് സ്റ്റേജിൽ നിന്നാണ് അല്ലേ. അതിനെ നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കും. ഇപ്പോൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിൻ്റെ കേസിൽ സിംഗിൾ സെൽഡ് സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ സിംഗിൾ സെൽഡ് സ്റ്റേജ് അത് സൈഗോട്ടാണ്. അപ്പോൾ ആ സിംഗിൾ സെൽഡ് സ്റ്റേജിൽ നിന്ന് നമ്മളൊക്കെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് 2 പ്രോപ്പർട്ടീസ് ഓഫ് സെൽസ്. സെല്ലിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടാണ് NCERT ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഗ്രോത്ത്, രണ്ടാമത്തേത് റീപ്രൊഡക്ഷൻ. സെൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സെൽ ഇങ്ങനെ വളർന്ന് പന്തലിക്കുമെന്നല്ല, സെല്ലിൻ്റെ അകത്തുള്ള സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യും. അതാണ് സെല്ലുലാർ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെൽ ഡിവിഷനാണ്. ഈ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഉള്ളത് കൊണ്ടാണ് സിംഗിൾ സെൽഡ് സ്റ്റേജിൽ നിന്ന് നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ സ്റ്റേജിലേക്ക് എത്തിയത്. തൗസൻഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് സെൽസ് ഉള്ള ഒരു ഓർഗാനിസമായിട്ട് മാറിയത്. സെൽ ഗ്രോ ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഗ്രോ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഒരു തവണയല്ല ഡിവൈഡ് ചെയ്യുന്നത്, ഒരുപാട് തവണ സെൽ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ മില്യൺസ് ഓഫ് സെൽസ് ഉള്ള ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഹ്യൂമൻസിൻ്റെ കേസിൽ ഏകദേശം ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം സെൽസ് ഉണ്ടാകാൻ കാരണം എന്താണ്? അപ്പോൾ ഈ ട്രില്യൺസ് ഓഫ് സെൽസ് ഉള്ള ഒരു ഓർഗാനിസമായിട്ട് മാറാനുള്ള കാരണം എന്താണ്? സെല്ല് ഗ്രോ ചെയ്തു, ഡിവൈഡ് ചെയ്തു അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. ഈ ഡയഗ്രത്തിൽ ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് സെൽ എന്ന് പറയുന്നത് സൈഗോട്ടാണ് അല്ലേ. സൈഗോട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്തു, 2 ഡോട്ടർ സെൽസ് ആയി. ഓരോ തവണയും ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഡോട്ടർ സെൽസ് ആണ് ഒരു സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്നത്, പാരന്റ് സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്നത് അല്ലേ. അങ്ങനെ എത്രമാത്രം സെൽസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സെല്ലിൻ്റെ ബേസിക് സ്ട്രക്ചർ. എല്ലാ സെല്ലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, നമ്മുടെ ബോഡിക്കകത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാ സെൽസിലും കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. അതിലൊരു ഡിഫറൻസും വരുന്നില്ല. അതുപോലെ മെയിനായിട്ടും ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. ഈ സൈഗോട്ടിൽ, അതായത് സ്റ്റാർട്ടിംഗ് സെല്ലിൽ എന്ത് ജനറ്റിക് മെറ്റീരിയലാണോ ഉള്ളത് അത് തന്നെയായിരിക്കും അത് ഡിവൈഡ് ചെയ്ത് വരുന്ന ഡോട്ടർ സെൽസിലും ഉണ്ടാവുക.
ഈ ഡോട്ടർ സെൽസിലെ ജനറ്റിക് മെറ്റീരിയൽ സ്റ്റാർട്ടിംഗ് സെല്ലിലെ പോലെ തന്നെയായിരിക്കും. ഇപ്പോൾ മില്യൺസ് ഓഫ് സെൽസ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ടായിക്കോട്ടെ, അത്രമാത്രം സെൽസിലും സെയിം ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കും ഉണ്ടാകുക. ബിക്കോസ് ഓൾ ദീസ് സെൽസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം എ പാരന്റൽ സെൽ, സിംഗിൾ സെൽ അല്ലേ. ബട്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ലൈക്ക് നർവ് സെൽസ്, കിഡ്നി സെൽസ്, ലിവർ സെൽസ്, മസിൽ സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ബിക്കോസ് ദേ പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഇങ്ങനെ ഈ സെൽസ് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് മാറാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ കാരണം എന്താണ്? ഈവൻ ദോ ദേ ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം എ സിംഗിൾ സെൽ. അതിന് കാരണം ഡിഫറൻഷിയേഷനാണ്. സെൽ ഡിഫറൻഷിയേഷൻ. എന്താണ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽസ് ഓർഗനൈസ് ചെയ്യുകയാണ് അല്ലേ, ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് ഓഫ് സെൽസ് ഓർഗനൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത്രയും സെൽസ് ഈ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്തോളൂ, നിങ്ങൾ അടുത്ത ഫംഗ്ഷൻ പെർഫോം ചെയ്തോളൂ. അങ്ങനെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കാണപ്പെടുന്നത്. അവർ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നത്. ഈവൻ ദോ ദേ ഹാവ് സെയിം ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ദേ ഓൾ ഹാവ് ഒറിജിനേറ്റഡ് ഫ്രം എ സിംഗിൾ സെൽ അല്ലേ. ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ. ഈ 3 പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, ദെൻ ഡിഫറൻഷിയേഷൻ. അപ്പോൾ ഒരു സിംഗിൾ സെൽഡ് സ്റ്റേജിൽ നിന്ന് മൾട്ടി സെല്ലുലാർ സ്റ്റേജിലേക്ക് നമ്മളൊക്കെ എത്താനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് സെൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സെൽ സൈക്കിൾ. എന്താണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? സെല്ലിന്റെ സൈക്കിളാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സൈക്കിൾ എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? സെൽ ഗ്രോത്ത്, DNA ഡ്യൂപ്ലിക്കേഷൻ, സെൽ ഡിവിഷൻ. ഇത് 3 കൂടെ ചേർന്നാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സെൽ സൈക്കിളിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇറ്റ് ഈസ് എ സൈക്കിൾ ഈവൻ കൺസിസ്റ്റ് ഓഫ് സെൽ ഗ്രോത്ത്, DNA ഡ്യൂപ്ലിക്കേഷൻ ഓർ DNA റെപ്ലിക്കേഷൻ ആൻഡ് സെൽ ഡിവിഷൻ. അപ്പോൾ ഒരു സെല്ല് അത് ഗ്രോ ചെയ്യുന്നു, അതിന്റെ സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് പറ്റുക? DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ DNA ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പാക്കേജ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രോമോസോംസിലാണ് അല്ലേ. DNA ക്രോമോസോംസിലാണ് പാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് സെല്ലിൽ എത്ര ക്രോമോസോംസ് ഉണ്ട്? നമ്മുടെ ബോഡി സെൽസിൽ എത്ര ക്രോമോസോംസ് ഉണ്ട്? 46 ക്രോമോസോംസ് ഉണ്ട് അല്ലേ. ഈ 46 ക്രോമോസോംസിലായിട്ടാണ് നമ്മുടെ DNA പാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഈ 46 ക്രോമോസോംസിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള DNAയുടെ കോപ്പി എടുക്കപ്പെടുന്നു. ഐ മീൻ DNA ഡബിൾ ആകും, DNA ഇരട്ടിക്കുന്നു. ദാറ്റ് ഈസ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 46 × 2 ഞാൻ ഇവിടെ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 92. ഈ 92 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 46 ക്രോമോസോംസിലുള്ള DNA ഡബിളായി. എന്തുകൊണ്ടാണ് ഈ DNA ഡബിൾ ആകുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും? ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുമ്പോൾ ഇതിലെ DNA ഡോട്ടർ സെൽസിലേക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ദിസ് 46. മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ ഈ സെൽസ് വീണ്ടും ഗ്രോ ചെയ്തിട്ട് ഇതിലെ DNA, ഇതിനകത്തുള്ള DNA വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും അല്ലേ. 46 × 2 ആൻഡ് വീണ്ടും ഡോട്ടർ സെൽസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത DNA ഈക്വലി ഡോട്ടർ സെൽസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ലൈക്ക് ദിസ് 46. ഓരോ തവണയും സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ അതിലെ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, DNAയുടെ എമൗണ്ട് ഇരട്ടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഡോട്ടർ സെൽസ് പാരന്റ് സെല്ലിലെ പോലെ തന്നെ ഇരിക്കണം, എസ്പെഷ്യലി മൈറ്റോസിസിന്റെ കേസിൽ. ഇനി ഓൺ ദ ബേസിസ് ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റി സെൽ സൈക്കിൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. സെൽ സൈക്കിളിലെ 2 മെയിൻ സ്റ്റേജസ് ആണ് പറയുന്നത്. ഒന്ന് ഇന്റർഫേസ്, അടുത്തത് എം ഫേസ്. ഇന്റർഫേസ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി ഫേസ് ആണ്. പ്രിപ്പറേറ്ററി ഫേസ് ഫോർ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നത് ഇന്റർഫേസിലാണ്. ആൻഡ് എൻ ഫേസ് എന്ന് പറയുന്നത് ഡിവിഷൻ ഫേസ് ആണ്. ഇവിടാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. സെല്ല് ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ആണിത്. ആൻഡ് എം സ്റ്റാൻഡ് ഫോർ either മൈറ്റോസിസ് ഓർ മയോസിസ്. മൈറ്റോസിസ് ആകാം അല്ലെങ്കിൽ മയോസിസ് ആകാം കേട്ടോ. നമുക്ക് 2 ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ പഠിക്കാനുണ്ട്. യെസ്, ഇനി ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം ഇതെന്താണ്? സെൽ സൈക്കിൾ ആണ് അല്ലേ. അതിലേക്ക് സൂക്ഷിച്ച് നോക്കൂ. ഇത്രയും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആരോ മാർക്കിൽ കൊടുത്തേക്കുന്ന എന്താണ്? ഇന്റർഫേസ് ആണ്. ഇത്രയും ഇന്റർഫേസ് ആണ്. ആൻഡ് ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന പോർഷൻസ് എം ഫേസ് ആണ്, സെൽ ഡിവിഷൻ ഫേസ് ആണ് അല്ലേ. ഇത് പ്രിപ്പറേറ്ററി ഫേസ്, ഇത് ഡിവിഷൻ ഫേസ്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സെൽ സൈക്കിളിലെ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള ഫേസ് ഏതാണ്? ഇന്റർഫേസ് ആണ്. ആൻഡ് ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനുള്ള ഫേസ് എം ഫേസ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഹ്യൂമൻ സെൽസിലെ സെൽ സൈക്കിൾ ഡ്യൂറേഷൻ 24 hours. ഈ 24 hours 1 hour മാത്രമേ ഉള്ളൂ എന്തിനു വേണ്ടിയിട്ട്? സെൽ ഡിവിഷൻ വേണ്ടിയിട്ട്. എം ഫേസ് ലാസ്റ്റ് ഫോർ ഓൺലി an hour അല്ലേ.
1 hour മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ എന്താണ്? ബാക്കി 23 hours എന്താണ്? ഇന്റർഫേസ് ആണ്. മനസ്സിലായോ? അത് ഡിഫറെന്റ് ഓർഗാനിസംസിൽ ഡിഫറെന്റ് ആയിട്ട് വരാം കേട്ടോ. എംഫേസ് യൂഷ്വലി ലാസ്റ്റ് ഓൺലി an hour in mammalian cells, but interphase may extend for days. അത് ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം, വീക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം, ഓർ ലോങ്ങർ ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ടൈപ്പ് ആൻഡ് ദ കണ്ടീഷൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഫേസ് ഇന്റർഫേസ്, കുറഞ്ഞ ഡ്യൂറേഷൻ ഉള്ള ഫേസ് എം ഫേസ് അല്ലേ? ഓക്കെ, നമുക്ക് ഇന്റർഫേസ് നോക്കാം. ഇന്റർഫേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രിപ്പറേറ്ററി ഫേസ് ആണ്. പ്രിപ്പറേറ്ററി ഫേസ് ഫോർ സെൽ ഡിവിഷൻ. ഹിയർ സെൽ ഗ്രോത്ത് occurs and DNA replicate. സെല്ലിലെ ഗ്രോത്ത് നടക്കുന്നു, സെല്ലിനകത്തുള്ള DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു ഈ ഫേസിൽ കേട്ടോ, ഇന്റർഫേസിൽ. ആൻഡ് NCERT പറയുന്നു മോർ ദാൻ 95% ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് ദ സെൽ സൈക്കിളും ഇന്റർഫേസ് ആണെന്ന്. അപ്പോൾ ഇറ്റ് ലാസ്റ്റ് മോർ ദാൻ 90 to 95% ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ സെൽ സൈക്കിൾ. ഓക്കെ, ഇനി ഇന്റർഫേസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട്. ഇന്റർഫേസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, ലൈക്ക് G1 ഫേസ്, S ഫേസ്, G2 ഫേസ് കേട്ടോ. ഇത് G1 ഫേസ്, ഇത് S ഫേസ്, G2 ഫേസ്, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. G1 ഫസ്റ്റ് ഫേസ് നമുക്ക് നോക്കാം. G1 എന്ന് പറയുന്നത് ഗ്യാപ്പ് 1 ഫേസ് ആണ്. G സ്റ്റാൻഡ് ഫോർ ഗ്യാപ്പ്. ഇത് ഗ്യാപ്പ് 1 ഫേസ്, ഇത് ഗ്യാപ്പ് 2 ഫേസ്. ഈ ഗ്യാപ്പ് 1 ഫേസ് എന്തിനിടയ്ക്കുള്ള ഗ്യാപ്പാണ്? ഈ M ഫേസിനും S ഫേസിനും ഇടയ്ക്കുള്ള ഇന്റർവെൽ അല്ലേ, അതിനിടയ്ക്കുള്ള ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് 2 സെക്കൻഡ് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ദ S ഫേസ് ആൻഡ് M ഫേസ്. ഇത് സെൽ ഡിവിഷനും അതുപോലെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഗ്യാപ്പ്. ഇത് DNA റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെൽ ഡിവിഷന് തൊട്ട് മുന്നേ ഉള്ള ഗ്യാപ്പ്, രണ്ടാമത്തെ ഗ്യാപ്പ് G2. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഫേസ് എന്ന് പറയാം കേട്ടോ. കാരണം ഈ G1 ഫേസിലും G2 ഫേസിലും സെല്ലിന്റെ ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ട് നടക്കുക. സെല്ല് കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്ന രണ്ട് ഫേസസ് ആണ് ഇത്, G1 ഫേസും G2 ഫേസും കേട്ടോ. ഓക്കെ, അപ്പോൾ G1 ഫേസിലേക്ക് നോക്കൂ. ഇന്റർവെൽ ബിറ്റ്വീൻ M ഫേസ് ആൻഡ് S ഫേസ്, സെൽ ഈസ് മെറ്റബോളിക്കലി ആക്റ്റീവ്. ഇവിടെ സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. സെൽ ഗ്രോസ് കണ്ടിന്യൂസ്ലി അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഗ്രോത്ത് നടക്കുന്ന ഫേസ് ആണിത്. സെൽ സൈക്കിളിലെ ഒരു 40%, ഏകദേശം ഒരു 40% G1 ഫേസ് ആണ്. ഓക്കെ, ആൻഡ് സിന്തസിസ് ഓഫ് സം പ്രോട്ടീൻസ് ഫോർ റെപ്ലിക്കേഷൻ. ഇവിടെ കുറച്ച് പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസ് സിന്തസൈസ്ഡ് ആകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസ് ആവശ്യമാണ്. അടുത്ത വർഷം നിങ്ങൾ പഠിക്കും എന്തോരം പ്രോട്ടീൻസ് അല്ലെങ്കിൽ എന്തോരം എൻസൈംസ് ഒക്കെ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വേണം. അപ്പോൾ ആ പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ്ഡ് ആവുന്നത് ഈ G1 ഫേസിലാണ്. ബിക്കോസ് G1 ഫേസ് കഴിഞ്ഞിട്ട് അടുത്ത ഫേസ് എന്താണ്? S ഫേസ് ആണ്. ഇവിടാണ് DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് DNA റെപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ഫേസിലേക്ക് വരുമ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസ് ആവശ്യമാണ്. അതൊക്കെ സിന്തസൈസ്ഡ് ആവുന്നത് ഈ G1 ഫേസിലാണ്. അപ്പോൾ G1 ഫേസിൻ്റെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, സെൽ കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്യുന്നു, ആൻഡ് സിന്തസിസ് ഓഫ് സം പ്രോട്ടീൻസ് ഓർ എൻസൈംസ് ഫോർ DNA റെപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ, അടുത്ത ഫേസ് S ഫേസ് ഓർ സിന്തസിസ് ഫേസ്. S സ്റ്റാൻഡ് ഫോർ സിന്തസിസ്. എന്തിൻ്റെ സിന്തസിസ് ആണ് നടക്കുക? DNAയുടെ സിന്തസിസ് ആണ് നടക്കുക അല്ലേ? ഓക്കെ, ഒരു 39% ഡ്യൂറേഷൻ ആണ് ഈ S ഫേസിനുള്ളത് കേട്ടോ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ അല്ലേ, DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഫേസ് ആണിത്, ഇന്റർഫേസിലെ S ഫേസ്. ഹിയർ ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്. സെല്ലിലെ DNAയുടെ എമൗണ്ട് ഡബിൾ ആകുന്നല്ലേ. ദാറ്റ് ഈസ് ഫ്രം 2C to 4C. ഇത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ, അവിടെ വെച്ചു, ഇത് അവിടെ നിർത്തിക്കൂ. DNAയുടെ എമൗണ്ട് ഡബിൾ ആകും, അതാണ് DNA റെപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. ബട്ട് ക്രോമോസോം നമ്പർ റിമൈൻസ് ദ സെയിം. അണ്ടർലൈൻ ദ പോയിന്റ്. ക്രോമോസോമിന്റെ നമ്പറിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അത് 2N ആണെങ്കിൽ, 2N ആണ്, നമ്മൾ ഡിപ്ലോയിഡ് സെല്ലിനെയാണ് 2N കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലേ. ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സെറ്റ്സ് ഓഫ് ക്രോമോസോംസ്, കംപ്ലീറ്റ് സെറ്റ്സ് ഓഫ് ക്രോമോസോംസ് ഉള്ള സെല്ലിനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് സെൽ എന്ന് പറയുക. ഹാഫ് ഫ്രം മദർ സൈഡ് ആൻഡ് ഹാഫ് ഫ്രം ഫാദർ സൈഡ് അല്ലേ. 46 ക്രോമോസോം, അതിൽ 23 ഫ്രം മദർ സൈഡ് ആൻഡ് 23 ഫ്രം ഫാദർ സൈഡ് അല്ലേ. അതിനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് സെൽ എന്ന് പറയുക. അപ്പോൾ ഈ സെല്ലിലെ ക്രോമോസോംസിന്റെ നമ്പറിൽ ഒരു ചേഞ്ചും വരുത്തുന്നില്ല, പക്ഷെ DNAയുടെ എമൗണ്ട് ഡബിൾ ആകുന്നുണ്ട് ഫ്രം 2C to 4C. അതെങ്ങനെ ശരിയാകും? നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരും അല്ലേ. DNA പാക്ക് ചെയ്യപ്പെട്ടുള്ള ക്രോമോസോംസിലല്ലേ, അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ DNAയുടെ എമൗണ്ട് ഡബിൾ ആകുമ്പോൾ ക്രോമോസോംസിന്റെ എമൗണ്ടും ഡബിൾ ആകണ്ടേ? ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാ G1 ഫേസിൽ DNAയുടെ എമൗണ്ട് 2C ആയിരുന്നെങ്കിൽ S ഫേസിൽ അത് 4C ആകും കേട്ടോ. പക്ഷേ ക്രോമോസോമിന്റെ നമ്പർ 2N ആണെങ്കിൽ, 2N ആണ്, നമ്മൾ ഡിപ്ലോയിഡ് സെല്ലിന്റെ ഡിവിഷൻ ആണ് പറയുന്നത്, 2N ആണെങ്കിൽ S ഫേസിൽ വരുമ്പോൾ അത് 2N തന്നെയായിരിക്കും. G2 ഫേസിലും 2N തന്നെയായിരിക്കും. ഈവൻ ആഫ്റ്റർ ദ സെൽ ഡിവിഷൻ ഇറ്റ് വിൽ ബി 2N. ഒരു ചേഞ്ചും പറ്റുന്നില്ല, എക്സ്പെഷ്യലി ഫോർ മൈറ്റോസിസ്. ഈ
ഇവിടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ വേറൊരു ഓർഗനലെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സെൻട്രിയോൾ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സെൻട്രോസോം സെൻട്രിയോൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇത് ഇങ്ങനെയാണ് സെൻട്രിയോളിന്റെ സ്ട്രക്ചർ. സെൻട്രോസോമിന്റെ സ്ട്രക്ചർ നമ്മൾ പറയാം അല്ലേ, രണ്ട് ബാരൽ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ്. ഇത് രണ്ടും എന്താണ്? സെൻട്രിയോൾസ് ആണ്. സെൻട്രിയോൾസ്, രണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. ഇതാ ഈ ഒരു എൻഡർ പോർഷനാണ് നമ്മൾ സെൻട്രോസോം എന്ന് പറയുക. സെൻട്രോസോമിനകത്ത് രണ്ട് സെൻട്രിയോൾസ് ഉണ്ട്. അപ്പോൾ ഈ സെൻട്രോസോം അല്ലെങ്കിൽ സെൻട്രിയോൾസ് റെപ്ലിക്കേറ്റ് ചെയ്യും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ ഡിവിഷനിൽ സെൻട്രിയോളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ബിക്കോസ് സെൻട്രിയോളിൽ നിന്നാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നു, അവർ ക്രോമോസോംസുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആൻഡ് സെൽ ഡിവിഷനിൽ അവർ അതിൻ്റേതായിട്ടുള്ള റോൾ പങ്ക് വഹിക്കുന്നു കേട്ടോ. അത് നമുക്ക് കാണാം. അപ്പോൾ എസ് ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? DNA റെപ്ലിക്കേഷൻ, രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ അല്ലേ. DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, DNA അമൗണ്ട് ഡബിൾ ആകുന്നു. ആൻഡ് അതിൻ്റെ കൂടെ സെൻട്രിയോൾ ഒരു ഓർഗനലെയാണ് അല്ലേ, ദാറ്റ് ഈസ് നെസസറി ഫോർ സെൽ ഡിവിഷൻ, അതും റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇത് DNA ഡബിൾ ഹെലിക്സ് അല്ലേ. ഇത് നമ്മുടെ സെല്ലിനകത്ത് കുറച്ച് പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്തിട്ടാണ് കടന്നു പോവുക. ആ പ്രോട്ടീൻസിനെ നമ്മൾ ഹിസ്റ്റോൺസ് എന്ന് വിളിക്കും. ഹിസ്റ്റോൺസ്, ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള ഹിസ്റ്റോൺസ് ആണ്. അപ്പോൾ ഹിസ്റ്റോൺസിനെ റാപ്പ് ചെയ്തിട്ടാണ് DNA കടന്നു പോവുക. അടുത്ത വർഷം നിങ്ങൾ DNA പാക്കേജിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക, DNA ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്യുമ്പോൾ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഫോം ചെയ്യും. ന്യൂക്ലിയോസോം കേട്ടോ. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫോൾഡ് ചെയ്യും. കണ്ടോ, ശരിക്കും ഇവരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാലയിൽ മുത്ത് കോർത്ത പോലെ ഇരിക്കും അല്ലേ, അല്ലെങ്കിൽ ബീഡ്സ് ഓൺ എ സ്ട്രിങ് അപ്പിയറൻസ് എന്ന് പറയും കേട്ടോ. ഇതാണ് ആ ന്യൂക്ലിയോസോംസ് ഈ കൊടുത്തേക്കുന്നത്. അവർ വീണ്ടും ഫോൾഡ് ചെയ്യും അല്ലേ, ഫോൾഡ് ചെയ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കോയിൽ ചെയ്തിട്ട് ക്രോമാറ്റിൻ ഫൈബർ ആയിട്ട് മാറുന്നു. അപ്പോൾ DNA എന്തായിട്ട് മാറുന്നു? ക്രോമാറ്റിൻ ഫൈബർ ആയിട്ട് മാറുന്നു. എലോങ്ങേറ്റഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലേ, അവർ ഫോൾഡ് ചെയ്ത് കിടക്കുകയാണ്. ആൻഡ് ഇത് വീണ്ടും സൂപ്പർ കോയിൽ ചെയ്യുന്നു. കണ്ടോ, സൂപ്പർ കോയിൽഡ് DNA. അത് എന്നിട്ട് നമ്മുടെ സെല്ലിനകത്ത് നൂഡിൽസ് എങ്ങനെയാണ് കിടക്കുന്നത്? അതുപോലെ കിടക്കും കേട്ടോ നമ്മുടെ DNA. അതെന്താണ്? സൂപ്പർ കോയിൽഡ് DNA അല്ലേ. ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റാപ്പ് ചെയ്തിട്ട് ന്യൂക്ലിയോസോംസ് ഫോം ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് സൂപ്പർ കോയിൽ ചെയ്ത DNA. അപ്പോൾ നമ്മൾ ആ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിനെ ക്രോമാറ്റിൻ ത്രെഡ്സ് അല്ലെങ്കിൽ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയും അല്ലേ. ക്രോമാറ്റിൻ ത്രെഡ്സ് അല്ലെങ്കിൽ ക്രോമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രോമോസോമൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ, അതെങ്ങനെയാണ് കാണപ്പെടുന്നത്? ഒരു നൂല് എങ്ങനെയാണ് കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് അതുപോലെ. ഇതിനകത്തുനിന്ന് ക്രോമോസോംസ് ഒന്നും നമുക്ക് വ്യക്തമായിട്ട് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റില്ല. ക്രോമോസോംസ് ഇവിടെ ക്ലിയർ ആണോ? അല്ല. ഒരു നൂല് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന പോലെ എന്തൊരു സംഗതി കിടപ്പുണ്ട്, അത് ജനറ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ക്രോമാറ്റിൻ, ഈ നൂഡിൽസ്, ഇത് ശരിക്കും കാണപ്പെടുന്നത് ഇന്റർഫേസ് സ്റ്റേജിലാണ് കേട്ടോ. ഇന്റർഫേസ് നമുക്കറിയാം, സെൽ സൈക്കിളിലെ മോർ ദാൻ 95% ഓഫ് ഡ്യൂറേഷൻ ഉള്ള ഫേസ് ഏതാണ്? ഇന്റർഫേസ് ആണ്. ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഫേസ് ഇതാണ് അല്ലേ. അപ്പോൾ സെല്ലിനകത്ത് എപ്പോഴും നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രോമോസോമൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ക്രോമോസോം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഇങ്ങനെ നൂഡിൽസ് പോലെയാണ് കാണപ്പെടുന്നത്. ത്രെഡ് കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന പോലെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രോമാറ്റിൻ ത്രെഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവര് സെൽ ഡിവിഷന്റെ സമയത്ത്, ഐ മീൻ എം ഫേസ് ആണല്ലോ സെൽ ഡിവിഷൻ ഫേസ്. ഈ ഫേസ് എത്തുമ്പോഴത്തേക്കും ഈ നൂഡിൽസ് എന്ത് ചെയ്യും? കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ഈ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്യും, അല്ലെങ്കിൽ കോമ്പാക്ട് ക്രോമോസോംസ് ആയിട്ട് മാറും. മനസ്സിലായോ? ദാ ഇങ്ങനെ. അപ്പോൾ ക്രോമാറ്റിൻ ഫൈബേഴ്സ് എന്തായിട്ട് മാറും? ക്രോമോസോംസ് ആയിട്ട് മാറും അല്ലേ. എപ്പോഴാണ്? സെൽ ഡിവിഷൻ നടക്കുമ്പോൾ മാത്രം. അല്ലെങ്കിൽ എപ്പോഴും ക്രോമോസോമൽ മെറ്റീരിയൽ, ക്രോമോസോം എന്ന് പറയുന്ന സംഗതി നമുക്ക് ക്രോമോസോം ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുക? ക്രോമാറ്റിൻ ത്രെഡ്സ് ആയിട്ടാണ് കാണപ്പെടുക അല്ലേ. അപ്പോൾ ഇതാ ഈ ക്രോമോസോംസിനകത്ത് DNA പാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലേ, സൂപ്പർ കോയിൽഡ് DNA പാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലേ. ഓക്കെ, ഈ ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. DNA എങ്ങനെയാണ് ക്രോമോസോംസിൽ പാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു DNAയുടെ എമൗണ്ട് ഡബിൾ ആകുന്നു ഫ്രം 2C to 4C in S phase, ബട്ട് ക്രോമോസോമിന്റെ നമ്പർ റിമൈൻസ് സെയിം അല്ലേ. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഹ്യൂമൻ കാരിയോടൈപ്പ് കൊടുത്തിട്ടുണ്ട്. നോർമൽ ഡിപ്ലോയിഡ് സെല്ലിലെ ടോട്ടൽ ക്രോമോസോംസ് ആണ് കൊടുത്തേക്കുന്നത്. ഡിപ്ലോയിഡ് സെല്ലിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക? 2N എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലേ. ദാറ്റ് മീൻസ് 2 സെറ്റ്സ് ഓഫ് ക്രോമോസോംസ് ഉള്ള സെല്ല്. അതിൽ ഹാഫ് മദറിന്റെ സൈഡിൽ നിന്ന് കിട്ടിയത്, ബാക്കി ഹാഫ് ഫാദറിന്റെ സൈഡിൽ നിന്ന് കിട്ടിയത് അല്ലേ.
അപ്പോൾ നമ്മുടെ ഡിപ്ലോയിഡ് സെല്ലിൽ എത്ര ക്രോമോസോംസ് ഉണ്ട്? വേഗം പറഞ്ഞു, 46 ക്രോമോസോംസ് ഉണ്ട്. അതിൽ ഹാഫ് 23 നമുക്ക് മദറിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടിയത്. ബാക്കി ഹാഫ് 23 നമുക്ക് ഫാദറിൻ്റെ സൈഡിൽ നിന്നാണ് കിട്ടിയത്. മദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിനെ മറ്റേണൽ എന്ന് വിളിക്കും. മറ്റേണൽ. അപ്പോൾ നമുക്ക് 23 മെറ്റേണൽ ക്രോമോസോംസ് ഉണ്ട്. ഫാദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതിനെ നമ്മൾ പാറ്റേണൽ എന്ന് വിളിക്കും. ആൻഡ് വി ഹാവ് 23 പാറ്റേണൽ ക്രോമോസോംസ് ഓൾസോ. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. എന്താ? ഇത് ക്രോമോസോമിനെ ഞാൻ ഇങ്ങനെ വരച്ചാലും അല്ല ഇങ്ങനെ വരച്ചാലും സിംഗിൾ ക്രോമോസോമായിട്ടാണ് പറയുക കേട്ടോ. ഇതൊരു ക്രോമോസോമെന്നേ പറയൂ. ആൻഡ് ഇതും ഒരു ക്രോമോസോമെന്നേ പറയൂ കേട്ടോ. അതുകൂടെ നോട്ട് ചെയ്യണം. ശരിക്കും ഇതൊരു സിംഗിൾ ക്രൊമാറ്റിഡ് ആണ് അല്ലേ. ആൻഡ് ഇത് 2 ക്രൊമാറ്റിഡ്സ് ചേരുന്ന ക്രോമോസോം അല്ലേ. എങ്ങനെ ഇരുന്നാലും അതിനെ നമ്മളൊരു സിംഗിൾ ക്രോമോസോം തന്നെ പറയുള്ളൂ. ക്രൊമാറ്റിഡ് എന്ന് ഞാൻ എടുത്ത് പറയത്തില്ല കേട്ടോ. ഇതിനെ ഞാനൊരു ക്രോമോസോം എന്നേ പറയത്തുള്ളൂ, ഇതിനെ ഒരു ക്രോമോസോം എന്നേ പറയത്തുള്ളൂ. അതുകൂടെ നോട്ട് ചെയ്യണം. ഓക്കെ. യെസ്. അപ്പോൾ ഫസ്റ്റ് ക്രോമോസോമിൻ്റെ പൊസിഷൻ നോക്കുക. ഫസ്റ്റ് ക്രോമോസോം നമുക്ക് 46 ക്രോമോസോംസ് ഉണ്ട്. അത് 46 ക്രോമോസോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 23 പെയർസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്രോമോസോമിൻ്റെ പൊസിഷൻ നോക്കുക. അതിൽ നമുക്കൊരു പെയർ ആയിട്ടാണ് ഇരിക്കുക അല്ലേ. അതിൻ്റെ പകുതി നമുക്ക് കിട്ടുന്നത്, അതായത് ഈ ക്രോമോസോം നമുക്ക് കിട്ടുന്നത് മദറിൻ്റെ സൈഡിൽ നിന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാദറിൻ്റെ സൈഡിൽ നിന്ന്. ദിസ് ഫ്രം മദേഴ്സ് സൈഡ് ആൻഡ് ഈ ഒരു ക്രോമോസോം ഫ്രം ഫാദേഴ്സ് സൈഡ്. അപ്പോൾ ഇത് മെറ്റേണൽ ക്രോമോസോം, ഇത് പാറ്റേണൽ ക്രോമോസോം. അടുത്ത് സെക്കൻഡ് ക്രോമോസോമിൻ്റെ പൊസിഷൻ നോക്കുക. ഒരെണ്ണം നമുക്ക് മദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി, ഒരെണ്ണം നമുക്ക് ഫാദറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടി. അങ്ങനെ എല്ലാ ക്രോമോസോംസും നോക്കിക്കഴിഞ്ഞാലും ഹാഫ് ക്രോമോസോം അല്ലേ. ആ ഒരു ക്രൊമാറ്റിഡ് മദറിൻ്റെ സൈഡിൽ നിന്ന്, ബാക്കി ഹാഫ് മദറിൻ്റെ സൈഡിൽ നിന്ന്. അങ്ങനെ 23 പെയേഴ്സ് എന്ന് പറയാം. അങ്ങനെയും പറയാമല്ലേ. അത്രയും കൊടുത്തിട്ടുണ്ട്. 46 ക്രോമോസോംസ് അല്ലേ. 46 ക്രോമോസോംസിൽ 23 മദറിൻ്റെ സൈഡിൽ നിന്ന്, ബാക്കി 23 ഫാദറിൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ. അപ്പോൾ നിങ്ങളിതാ ഇവിടെ ഫസ്റ്റ് ക്രോമോസോം പെയറിലേക്ക് നോക്കുക. ഒന്ന് മെറ്റേണൽ സൈഡിൽ നിന്ന്, മറ്റത് പറ്റേണൽ സൈഡിൽ നിന്ന് അല്ലേ. രണ്ടെണ്ണം സൂക്ഷിച്ച് നോക്കിയാൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്നല്ലേ. രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ്. 2 ക്രൊമാറ്റിഡ്സ് അല്ലെങ്കിൽ ക്രോമോസോംസിൻ്റെയും ലെങ്ത് സെയിം ആണ്. സോ സെയിം ലെങ്ത്. ആൻഡ് ഈ ക്രോമോസോംസിൽ നിങ്ങൾക്ക് ഡാർക്ക് ബ്ലൂ കളറിൽ കുറച്ച് ബാൻഡ്സ് കാണാൻ പറ്റും. അത് ജീൻസിൻ്റെ ലൊക്കേഷനെയാണ് കാണിക്കുന്നത്. ജീൻസിൻ്റെ ലൊക്കേഷൻ, അതിനെ നമ്മൾ ലോക്കസ് എന്ന് വിളിക്കും. ലോക്കസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ജീൻ ഓൺ എ ക്രോമോസോം. ഓക്കെ. ക്രോമോസോമിലുള്ള ജീൻ്റെ പൊസിഷനെയാണ് നമ്മൾ ലോക്കസ് എന്ന് വിളിക്കുക. അങ്ങനെ ഒരുപാട് ലോക്കസ് ഉണ്ടല്ലേ. അപ്പം ലോക്കസിൻ്റെ പ്ലൂറലാണ് ലോസൈ. ഒരുപാട് ലോക്കസ് വരുമ്പോൾ ലോസൈ എന്ന് പറയും. അങ്ങനെ ഒരുപാട് ലോസൈ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ. 2 ക്രോമോസോമിലും ഈ ലോക്കസ് ഒക്കെ ഒരേപോലെയാണ് വന്നിരിക്കുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ജീൻസിൻ്റെ പൊസിഷൻ ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. ഈ മെറ്റേണൽ ക്രോമോസോമിൻ്റെ ഈ ഒരു ലോക്കസിൽ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീനാണ് ഇരിക്കുക എന്ന് വിചാരിക്കുക. ചുമ്മാ വിചാരിക്കുക കേട്ടോ. ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീൻ. പാറ്റേണൽ ക്രോമോസോമിൻ്റെ സെയിം ലോക്കസിലും ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീൻ തന്നെയായിരിക്കും വരിക. അതേപോലെ തൊട്ട് താഴെയുള്ള ലോക്കസ്, ഈ ലോക്കസ് ഐ കളറിന് വേണ്ടിയിട്ടുള്ള ജീനാണെന്ന് വിചാരിക്കുക. ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീനാണ് ഈ ലോക്കസിൽ വന്നിരിക്കുന്നത്, മെറ്റേണൽ ക്രോമോസോമിൻ്റെ ഈ ലോക്കസിൽ. പാറ്റേണൽ ക്രോമോസോമിൻ്റെ സെയിം ലോക്കസിൽ ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീൻ തന്നെയായിരിക്കും വന്നിരിക്കുക. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ ലോക്കസ് ഉള്ളത്. മനസ്സിലായോ? അങ്ങനെ ഓരോ ക്യാരക്ടറിനും കുറേ ജീൻസ് വരുമല്ലോ. അപ്പോൾ ഈ ജീൻസിൻ്റെയൊക്കെ ലൊക്കേഷൻ, അതായത് സെയിം ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീൻസ്, അതിൻ്റെ ലൊക്കേഷൻ അതൊക്കെ സെയിം ആയിരിക്കും ഈ 2 ക്രോമോസോംസിലും. മനസ്സിലായോ? സോ ഞാനിവിടെ എഴുതാൻ പോകുന്നത് സെയിം ജീൻ ലൊക്കേഷൻ. Okay, but they may contain different alleles. അല്ലീൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് അല്ലീൽസ് എന്ന് പറഞ്ഞാൽ? ഒരു ജീന് നോർമലി ഒരു ജീനിന് 2 എക്സിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 കോപ്പീസ് ഉണ്ട്, 2 വേർഷൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ അല്ലീൽസ് എന്ന് പറയുക. നിങ്ങൾ ജെനറ്റിക്സ് പഠിച്ചപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ്റെ 2 അല്ലീൽസ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ലോക്കസിൽ നമ്മൾ മെൻ്റൽ യൂസ് ചെയ്ത ഒരു ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെൻ്റൽ ചൂസ് ചെയ്ത ആൽഫബറ്റ്സ് ഇല്ലേ, അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ഇവിടെ ഇപ്പോൾ ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാപിറ്റൽ ടി ആണ് മെറ്റേണൽ ക്രോമോസോമിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ ലോക്കസിൽ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ അല്ലീൽ.
പാറ്റേണൽ ക്രോമോസോമിന്റെ സെയിം ലോക്കസിൽ ക്യാപിറ്റൽ ടി തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അവിടെ സ്മോൾ ടി വരാം. പക്ഷെ രണ്ടുപേരും ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീൻ്റെ രണ്ട് വേർഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് എക്സിസ്റ്റൻസ് ആണ് അല്ലേ. ഒന്ന് ടോൾനെസ് എന്ന് പറയുന്ന ട്രീറ്റിന് വേണ്ടിയിട്ട്, മറ്റത് ഡ്വാർഫ്നെസ്സിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ക്യാപിറ്റൽ ടി ടോൾ, സ്മോൾ ടി ഡ്വാർഫ്. അങ്ങനെ നിങ്ങൾ പഠിച്ചില്ലേ? അപ്പം ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത് മാത്രം കേട്ടോ. ഈ തൊട്ട് താഴെ ഐ കളറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജീൻ അതിൻ്റെ ലോക്കസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ മെറ്റേണൽ സൈഡിലെ ഈ ലോക്കസ് ഐ കളറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ പാറ്റേണൽ ക്രോമോസോമിലെ സെയിം ലോക്കസ് ഐ കളറിന് വേണ്ടി തന്നെയുള്ളതാണ്. പക്ഷെ ഇവിടെ ക്യാപിറ്റൽ ബി ആണ് വരുന്നത്. അത് ബ്രൗൺ ഐ കളറിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിചാരിക്കുക, ചുമ്മാ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പാറ്റേണൽ ക്രോമോസോമിൻ്റെ സെയിം ലോക്കസിൽ ക്യാപിറ്റൽ ബി തന്നെ പറഞ്ഞ് യാതൊരു നിർബന്ധമില്ല, സ്മോൾ ബി വരാം. ക്യാപിറ്റൽ ബി ഫോർ ബ്രൗൺ ഐ കളർ, സ്മോൾ ബി ഫോർ ബ്ലാക്ക് ഐ കളർ എന്നും വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, രണ്ട് ലോക്കസും ഐ കളറിന് വേണ്ടിയിട്ടുള്ളതാണല്ലേ. പക്ഷെ ഒന്ന് ഫോർ ബ്രൗൺ കളർ, മറ്റത് ഫോർ ബ്ലാക്ക് കളർ. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ക്രോമോസോം പാർട്സും ഇത് രണ്ടും സെയിം ആണല്ലേ, അതിൻ്റെ ലെങ്ത്തിൽ സെയിം ആണ്, ഒരേ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് വരുന്നത്, ജീൻസിന്റെ ലൊക്കേഷൻ സെയിം ആണ്, പക്ഷേ ഡിഫറെന്റ് അല്ലീൽസ് വരാം. സെയിം ജീൻ്റെ ഡിഫറെന്റ് അല്ലീൽസ് വന്നിരിക്കാം ഈ ലോക്കസിലല്ലേ. അങ്ങനെയുള്ള ക്രോമോസോം പേയേഴ്സിനെ നമ്മൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറയും. ഹോമോലോഗസ് ക്രോമോസോംസ് അല്ലെങ്കിൽ ഹോമോലോഗസ് പേയേഴ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ സെൽ ഡിവിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. പിന്നെ ഞാനിത് റിപ്പീറ്റ് ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറഞ്ഞാൽ? ക്രോമോസോം പേയേഴ്സ് ആണ്. അതിലൊന്ന് മെറ്റേണൽ പാർട്ട്, മറ്റത് പാറ്റേണൽ പാർട്ട്. അതിൽ രണ്ട് ക്രൊമാറ്റിഡ്സിൻ്റെ അല്ലെങ്കിൽ ക്രോമോസോംസിൻ്റെ ലെങ്ത് സെയിം ആണ്, ആൻഡ് ഒരേ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ആണ് വരിക. ആ ജീൻസിൻ്റെ ലൊക്കേഷൻ സെയിം ആണ്, പക്ഷേ ദേ മേ കണ്ടെയ്ൻ ഡിഫറെൻറ്റ് അല്ലീൽസ് ഓഫ് ദ സെയിം ജീൻ ഓർ ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് ദ സെയിം ജീൻ. അങ്ങനെയുള്ള ക്രോമോസോംസിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമോസോംസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹോമോലോഗസ് പേയേഴ്സ് എന്ന് പറയുക കേട്ടോ. ഇതെല്ലാം വായിച്ചോളട്ടെ. അങ്ങനെയാകുമ്പോൾ ഈ ഫസ്റ്റ് ക്രോമോസോം പെയർ ഒരു ഹോമോലോഗസ് പെയർ ആണല്ലേ, ഒരു മെറ്റേണൽ പാർട്ടും പാറ്റേണൽ പാർട്ടും. ഇത് ഒരു ഹോമോലോഗസ് പെയർ ആണല്ലേ. ആൻഡ് സെക്കൻഡ് ക്രോമോസോം പെയറിലേക്ക് നോക്കുക, ഇത് ഒരു ഹോമോലോഗസ് പെയർ ആണ്, ഇത് ഒരു ഹോമോലോഗസ് പെയർ ആണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സെല്ലിലെ അല്ലെ നമ്മുടെ ബോഡിയിലെ ഡിപ്ലോയിഡ് സെല്ലിലെ എല്ലാ ക്രോമോസോം പേയേഴ്സും ഹോമോലോഗസ് പേയേഴ്സ് തന്നെയാണല്ലേ. നമ്മൾ 23 പേയേഴ്സ് എന്നാ പറയുക ക്രോമോസോംസിന്റെ കണക്ക് പറയുമ്പോൾ. അപ്പോൾ 23 പേയേഴ്സും ഹോമോലോഗസ് പേയേഴ്സ് തന്നെയാണ്, എക്സെപ്റ്റ് XY ക്രോമോസോംസ് ഇൻ മെയിലിലെ XY ക്രോമോസോംസ് ഇല്ലേ, എക്സ് ക്രോമോസോമും Y ക്രോമോസോമും ഡിഫറെൻ്റ് ആണല്ലേ. അതിന്റെ ലെങ്ത് തന്നെ നോക്കൂ, രണ്ടും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ജീൻസ് നോക്കൂ, ജീൻസിന്റെ ലൊക്കേഷൻ അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ലേബൽ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ XY ക്രോമോസോംസ് ഒഴിച്ച് ബാക്കി എല്ലാം ഹോമോലോഗസ് പേയേഴ്സ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ G1 ഫേസിൽ സെല്ലിനകത്ത് ക്രോമോസോംസ് ഇങ്ങനെയാണ് കാണപ്പെടുക. ഇനി ഇത് S ഫേസിലേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നത്? S ഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യൂ അല്ലേ, ചെയ്യില്ലേ? ചെയ്യും. അപ്പോൾ ഇത് G1 ഫേസിലുള്ള സെല്ലില് ഒരു ക്രോമോസോം പേരാണെന്ന് വിചാരിക്കുക. G1 ഫേസ് അതായത് ഈ ഫസ്റ്റ് ക്രോമോസോം ഇല്ലേ, ഇദ്ദേഹത്തെയാണ് ഞാൻ ഫസ്റ്റ് ക്രോമോസോം ഇദ്ദേഹത്തെയാണ് ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ക്രോമോസോം പെയർ ഒന്ന് മെറ്റേണൽ, അടുത്തത് പെറ്റേണൽ അല്ലേ, ഒരു മെറ്റേണൽ പാർട്ടും ഒരു പെറ്റേണൽ പാർട്ടുമുള്ള ക്രോമോസോം പെയർ. ഓക്കെ, G1 ഫേസിൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ അതിലെ അല്ലീൽസിനെ ഞാൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ജീൻ്റെ ലോക്കസ് ആയിരുന്നില്ലേ. ഇവിടെ ക്യാപിറ്റൽ ടി മെറ്റേണൽ പാർട്ടിൽ സ്മോൾ ടി, ആൻഡ് മെറ്റേണൽ പാർട്ടിൽ ക്യാപിറ്റൽ ബി ഐ കളറിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു, ആൻഡ് സ്മോൾ ബി ഐ കളറിന് വേണ്ടിയിട്ടുള്ള ലോക്കസ് സെയിം ലോക്കസ് തന്നെയാണ്, പക്ഷേ അല്ലീൽസ് ഇവിടെ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഓക്കെ, പിന്നെ ഞാൻ വേറെയും കുറേ അല്ലീൽസ് എഴുതിയിട്ടുണ്ടല്ലേ ഇവിടെ, ചുമ്മാ എഴുതാണ്. ക്യാപിറ്റൽ G ക്യാപിറ്റൽ Y മറ്റെന്തെങ്കിലും ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, സ്മോൾ G സ്മോൾ Y മെറ്റേണൽ പാർട്ടിലും ഡിഫറെൻറ്റ് ആയിട്ടാണ് ഞാൻ അല്ലീൽസിനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ G1 ഫേസിൽ ഇങ്ങനെ ഇരിക്കുന്ന ക്രോമോസോം പെയർ S ഫേസിലേക്ക് വരുമ്പോൾ, ഇത് S ഫേസ് ആണ്. S ഫേസിലേക്ക് വരുമ്പോൾ എന്താ പറ്റുന്നത്? S ഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യൂ അല്ലേ, DNA റെപ്ലിക്കേഷൻ. അപ്പോൾ മെറ്റേണൽ ക്രോമോസോമിലുള്ള DNA, ദാറ്റ് ഈസ് മെറ്റേണൽ DNA അല്ലേ, മെറ്റേണൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യും. അതുപോലെ പാറ്റേണൽ ക്രോമോസോമിലുള്ള പാറ്റേണൽ DNA അതും റെപ്ലിക്കേറ്റ് ചെയ്യും. മനസ്സിലായോ?
ഈ ക്രോമോസോമിൽ പാക്ക് ചെയ്യപ്പെട്ടുള്ള DNA അത് റെപ്ലിക്കേറ്റ് ചെയ്തു. അതാണ് ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ DNA റെപ്ലിക്കേറ്റ് ചെയ്തപ്പോൾ പുതിയ ഒരു ക്രൊമാറ്റിൻ്റെ രൂപത്തിലാണ് അത് ആഡ് ചെയ്യപ്പെട്ടത് അല്ലേ. ഇത് ശരിക്കും മെറ്റേണൽ ക്രോമോസോമാണ്, ഇത് പാറ്റേണൽ ക്രോമോസോമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപിറ്റൽ Tയുടെ വേറൊരു കോപ്പി, ക്യാപിറ്റൽ Wൻ്റെ വേറൊരു കോപ്പി, ക്യാപിറ്റൽ Gയുടെ വേറൊരു കോപ്പി, ക്യാപിറ്റൽ Wൻ്റെ വേറൊരു കോപ്പി. ദാറ്റ് മീൻസ് ഈ മെറ്റേണൽ DNA ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അത് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തു. മനസ്സിലായോ? അത് പുതിയൊരു ക്രൊമാറ്റിൻ്റെ രൂപത്തിലാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അതുപോലെ തന്നെ പാറ്റേണൽ ക്രോമോസോം ഒന്ന് നോക്കുക. അതിലെ DNA പാറ്റേണൽ DNAയും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അത് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുത്തു. അപ്പോൾ ഇവിടെ കൊടുത്തിരുന്ന അല്ലീൽസിൻ്റെ വേറൊരു കോപ്പി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത DNA പുതിയ ഒരു ക്രൊമാറ്റിൻ്റെ രൂപത്തിലാണ് ആഡ് ചെയ്യപ്പെട്ടത്. സോ ദിസ് ഈസ് ഈ ഫസ്റ്റ് റെഡ് കളറിൽ കൊടുത്തേക്കുന്നത് ഇത് സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എന്ന് പറയും. സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് മെറ്റേണൽ ക്രോമോസോം അല്ലേ, മെറ്റേണൽ പാർട്ട് അല്ലെങ്കിൽ മെറ്റേണൽ ക്രോമോസോം അല്ലേ. എന്തുകൊണ്ടാണ് ഇവരെ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്? ഇവർ രണ്ടുപേരും എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണ്, ഒരു ഡിഫറൻസും ഇല്ല, ഒന്ന് മറ്റേതിൻ്റെ കോപ്പിയാണ് അല്ലേ. ഈ ക്രൊമാറ്റിഡ് ഇതിൻ്റെ കോപ്പിയാണ്, മനസ്സിലായോ? അതുപോലെ ഇവർ രണ്ടുപേരും എന്താണ്? സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് വാട്ട്? സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് പറ്റേണൽ ക്രോമോസോം. പറ്റേണൽ ക്രോമോസോമിൻ്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ആണ് ഇവർ. അവർ എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണ് അല്ലേ. എസ് ഫേസിൽ ഇങ്ങനെയാണ് നമുക്ക് ക്രോമോസോംസിനെ കാണാൻ പറ്റുക. മെറ്റേണൽ ക്രോമോസോമിലുള്ള മെറ്റേണൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, പാറ്റേണൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് 2C കണ്ടീഷനിലായിരുന്നു DNA ഉണ്ടായിരുന്നത് അല്ലേ. 2C എന്ന് പറയുമ്പോൾ രണ്ട് ക്രൊമാറ്റിഡ്സിൽ മെറ്റേണൽ ക്രോമോസോമിൽ അല്ലെങ്കിൽ മെറ്റേണൽ ക്രൊമാറ്റിഡ് പാറ്റേണൽ ക്രൊമാറ്റിഡിലും DNA പാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതാണ് 2C. സി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ക്രൊമാറ്റിഡ് ആയിക്കോട്ടെ ക്രോമോസോം ആയിക്കോട്ടെ. 2Cയിലല്ലേ DNA ഉണ്ടായിരുന്നത്. ഇവിടെ DNA പാക്ക് ചെയ്യപ്പെട്ടു, ഇവിടെയും DNA പാക്ക് ചെയ്യപ്പെട്ടു, ഇങ്ങനെ അല്ലേ, അങ്ങനല്ലേ. വേറൊരു കളറിൽ കൊടുക്കുക. ഇവിടെ അല്ലേ ഇങ്ങനെ 2Cയിലുണ്ടായിരുന്ന DNA എസ് ഫേസിലെത്തിയപ്പോൾ എന്തായി? 4C ആയി അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് അതെന്തായി? 4C ആയി. 4C അല്ലേ, അങ്ങനല്ലേ. ഓക്കെ, എന്താ ഇത് 2C ആയിരുന്നു ഇവിടെ അല്ലേ. DNA ഇവിടെ 2C ആയിരുന്നു. രണ്ട് ക്രോമോസോംസിൽ രണ്ട് ക്രൊമാറ്റിഡ്സിൽ DNA പാക്ക് ചെയ്യപ്പെട്ടിരുന്നു. അത് എസ് ഫേസിൽ വന്നപ്പോൾ 4C ആയി. അത് ഞാൻ ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഹ്യൂമൻ കാരിയോടൈപ്പിൻ എസ് ഫേസ്. ഇതാ ഇത് മെറ്റേണൽ ക്രോമോസോമിൽ പാക്ക് ചെയ്ത മെറ്റേണൽ DNA അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, ഇതാ ഇങ്ങനെ അല്ലേ. ഇത് പാറ്റേണൽ DNA അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു ഇങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ക്രോമോസോം പെയറിൽ അതിൻ്റെ പൊസിഷനിൽ നിങ്ങൾക്ക് കണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത DNA കാണാം. 2Cയിൽ അത് 4C ആയിട്ട് മാറി അല്ലേ. പക്ഷേ ക്രോമോസോം നമ്പർ റിമൈൻസ് ദ സെയിം. അത് 2N ആണെങ്കിൽ 2Nൽ തന്നെ ആയിരിക്കും ഇരിക്കുക. ഈ ക്രോമോസോമിൻ്റെ നമ്പർ കൂടുന്നില്ല, കുറയുന്നുമില്ല അല്ലേ. ഫസ്റ്റ് ക്രോമോസോമിൻ്റെ പൊസിഷൻ നോക്കുക, അത് ഫസ്റ്റ് ക്രോമോസോം തന്നെയല്ലേ, ഇത് ഫസ്റ്റ് ക്രോമോസോമാണ്. അതുപോലെ സെക്കൻഡ് ക്രോമോസോം നോക്കൂ, അതിൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തല്ലേ. അതിൽ DNAയുടെ എമൗണ്ട് ഡബിളായി, DNA ഇരട്ടിച്ചു, ഇവിടെയും DNA ഇരട്ടിച്ചു. പക്ഷേ ക്രോമോസോം നമ്പർ റിമൈൻസ് ദ സെയിം. മനസ്സിലായോ? ക്രോമോസോമിൻ്റെ നമ്പറിൽ ഒരു ചേഞ്ചും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഫേസ് ഏതാണ്? ആഫ്റ്റർ എസ് ഫേസ് G2 ഫേസ് ആണല്ലേ. സെക്കൻഡ് ഗ്യാപ് ടു ഫേസ് അല്ലേ. ഇതാ ഇത് ഗ്യാപ് ടു ഫേസ്. സെൽ സൈക്കിളിൽ ഒരു ഏകദേശം 90% ഈ ഗ്യാപ് ടു ഫേസ് ആണ്. ഇറ്റ് ഈസ് ദ ഇന്റർവെൽ ബിറ്റ്വീൻ എസ് ഫേസ് ആൻഡ് എം ഫേസ്. DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് ആൻഡ് സെൽ ഡിവിഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ഇന്റർവെൽ അല്ലേ, അതാണ് ഗ്യാപ് ടു ഫേസ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രോത്ത് ഫേസ്. ഇവിടെയും സെല്ലിന്റെ ഗ്രോത്ത് ആണ് നടക്കുന്നത്. സെൽ ഗ്രോസ് കണ്ടിന്യൂസ്ലി ആൻഡ് പ്രിപ്പയർസ് ഫോർ മൈറ്റോസിസ്. ഇവിടെ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള ബാക്കി റെസ്റ്റ് ഓഫ് ദി പ്രിപ്പറേഷൻസ് ആണ് നടക്കുന്നത് കേട്ടോ. സിന്തസിസ് ഓഫ് സം പ്രോട്ടീൻസ് ഫോർ സെൽ ഡിവിഷൻ. അപ്പോൾ ഇവിടെയും കുറച്ച് പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ആകുന്നുണ്ട്. ആ പ്രോട്ടീൻസ് സിന്തസൈസ്ഡ് ആകുന്നത് ഈ സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ G1 ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഇവിടെ എഴുതാം. G1 ഫേസിൽ സെൽ ഗ്രോത്ത് ആൻഡ് ഞാൻ പറഞ്ഞു സിന്തസിസ് ഓഫ് സം പ്രോട്ടീൻസ് അല്ലേ. സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. എന്താണ് പ്രോട്ടീൻ സിന്തസൈസ്ഡ് ആകുന്നത് ഇവിടെ? ഫോർ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോട്ടീൻസ് ആവശ്യമാണ്. അത് സിന്തസൈസ്ഡ് ആകുന്നത് G1 ഫേസിലാണ്. ഇനി എസ് ഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. DNA റെപ്ലിക്കേഷൻ ആൻഡ്
സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെൻട്രിയോൾ റെപ്ലിക്കേഷൻ അല്ലേ, സെൻട്രിയോൾ റെപ്ലിക്കേഷൻ. ഇത് രണ്ടും എസ് ഫേസിൽ നടക്കുന്നു. G2 ഫേസിൽ അഗെയിൻ സെൽ ഗ്രോത്ത്, സെൽ ഗ്രോസ് കണ്ടിന്യൂസ്ലി, സെൽ ഗ്രോത്ത് ആൻഡ് സിന്തസിസ് ഓഫ് സം പ്രോട്ടീൻസ്. ഇവിടെയും പ്രോട്ടീൻ സിന്തസൈസ്ഡ് ആകുന്നുണ്ട്, പ്രോട്ടീൻ സിന്തസിസ്. പക്ഷേ ഇവിടെ സിന്തസൈസ്ഡ് ആകുന്ന പ്രോട്ടീൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം 3 ഫേസസും നമ്മൾ മനസ്സിലാക്കി. ഇന്റർഫേസിലെ 3 സ്റ്റേജസ് അല്ലേ, 3 ഡിവിഷൻസ്, G1 ഫേസ്, S ഫേസ്, G2 ഫേസ് കണ്ടല്ലോ. ഇനി അടുത്തത് എന്താണ്? M ഫേസ് ആണല്ലേ. അതായത് ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനുള്ള ഫേസ്, 1 to 2% അത്രയേ ഉള്ളൂ M ഫേസിന് വേണ്ടിയിട്ട്, സെൽ ഡിവിഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തേക്കുന്നത്, ഡു ഓൾ സെൽസ് ഡിവൈഡ്? നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസും ഡിവൈഡ് ചെയ്യുമോ? ഇല്ല. അങ്ങനെ ചോദിച്ചാൽ ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ 3 കാറ്റഗറീസ് ഓഫ് സെൽസ് ഉണ്ട്. ഒന്ന് നോൺ ഡിവൈഡിങ് സെൽസ്, രണ്ടാമത്തേത് ഒക്കേഷണലി ഡിവൈഡിങ് സെൽസ് ആൻഡ് മൂന്നാമത്തേത് ഡിവൈഡിങ് സെൽസ്. കേട്ടോ, അങ്ങനെ 3 കാറ്റഗറീസ് ഓഫ് സെൽസ് ഉണ്ട്. നോൺ ഡിവൈഡിങ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈഡ് ചെയ്യാത്ത സെൽസ് അല്ലേ. വൺസ് ദേ ഹാവ് ഫോംഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ദേ വിൽ നോട്ട് ഡിവൈഡ് ഇൻ ദർ ഫ്യൂച്ചർ. അങ്ങനത്തെ സെൽസ് ആണ് നോൺ ഡിവൈഡിങ് സെൽസ്. ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ നോൺ ഡിവൈഡിങ് സെൽസിന് എക്സാമ്പിളായിട്ട് ഹാർട്ട് സെൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നർവ് സെൽസ് എക്സാമ്പിൾസ് ആയിട്ട് പറയാം, ഹാർട്ട് സെൽസ് പറയാം, നർവ് സെൽസ് പറയാം, മസിൽ സെൽസ്, പിന്നെ RBCs, റെഡ് ബ്ലഡ് സെൽസ്. ഇവരൊക്കെ ഒന്ന് ഫോം ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഡിവൈഡ് ചെയ്യത്തില്ല ഇൻ ദയർ ലൈഫ് ടൈം. കേട്ടോ, these are highly specialized and lack the ability to divide. Once these cells have differentiated, they remain in that state until they die. അങ്ങനെയുള്ള സെൽസ് ആണ് നോൺ ഡിവൈഡിങ് സെൽസ്. പിന്നെ പറയുന്നു ഒക്കേഷണലി ഡിവൈഡിങ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡിവൈഡ് ചെയ്യുന്ന സെൽസ്, അല്ലെങ്കിൽ അവർ ഡിവൈഡ് ചെയ്യത്തില്ല. നോർമലി അവർ ഡിവൈഡ് ചെയ്യില്ല, പക്ഷേ നമ്മുടെ ബോഡിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അവർ ഡിവൈഡ് ചെയ്യും. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഡിവൈഡ് ചെയ്യും. അപ്പോൾ സെൽസ് ദാറ്റ് നോർമലി ഡു നോട്ട് ഡിവൈഡ് but can be induced to begin DNA synthesis and divide when given an appropriate stimulus. Example, liver cells. അപ്പോൾ നമ്മൾ ലിവറിൻ്റെ ഒരു പാർട്ട് സർജിക്കലി റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് വിചാരിക്കുക. ആ പാർട്ട് പിന്നെയും റീഗ്രോ ചെയ്യും അല്ലേ, അത് പിന്നെയും വളർന്നു വരും. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് സെൽ പ്രോലിഫറേഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ അല്ലേ. അപ്പോൾ ദേ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ടു പ്രോലിഫറേറ്റ് ബൈ ദ സർജിക്കൽ റിമൂവൽ ഓഫ് പാർട്ട് ഓഫ് ദ ലിവർ. അപ്പോൾ ബോഡിക്ക് ആവശ്യം വന്നപ്പോൾ ഈ സെൽസ് പ്രോലിഫറേറ്റ് ചെയ്തു, സെൽസ് ഡിവൈഡ് ചെയ്തു. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ കൊടുത്തേക്കുന്ന ലിംഫോസൈറ്റ്സ്. ദേ ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ടു പ്രോലിഫറേറ്റ് ബൈ ഇൻട്രാക്ഷൻ വിത്ത് ആൻ അപ്രോപ്രിയേറ്റ് ആൻറ്റിജൻ. ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിംഫോസൈറ്റ്സ് പ്രോലിഫറേറ്റ് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് വൺ എന്താണ്? ഡിവൈഡിങ് സെൽസ്. എപ്പോഴും ഡിവൈഡ് ചെയ്യേണ്ട സെൽസ് അല്ലേ, ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ള സെൽസ്. സെൽസ് ദാറ്റ് നോർമലി പൊസസ് എ റിലേറ്റീവ്ലി ഹൈ ലെവൽ ഓഫ് മൈറ്റോട്ടിക് ആക്ടിവിറ്റി. അങ്ങനെയുള്ള സെൽസ് ആണ് ഡിവൈഡിങ് സെൽസ്. എങ്ങനെയുള്ള സെൽസ് ആണ് എപ്പോഴും ഡിവൈഡ് ചെയ്യേണ്ടത്? നമ്മുടെ സ്കിൻ സെൽസ് നമുക്ക് പറയാം അല്ലേ, എപ്പിത്തീലിയൽ സെൽസ്. അതുപോലെ സെൽസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള സെൽസ് ഒക്കെ എപ്പോഴും വേൺ ഔട്ട് ചെയ്തു പോകുന്ന സെൽസ് ആണ്, അവരൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഹെമറ്റോപോയറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സെൽസിന്റെ സ്റ്റെം സെൽസ് ആണ് കേട്ടോ. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ബോൺ മാരോയിലാണ് ഇവരിയ്ക്കുന്നത്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആണ് ഇവരിൽ നിന്നാണ് നമ്മുടെ ബ്ലഡ് സെൽസ് ഫോം ചെയ്യുന്നത്, ലൈക്ക് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ. അപ്പോൾ നമുക്കറിയാം ഈ ബ്ലഡ് സെൽസിൻ്റെ ഒക്കെ ലൈഫ് സ്പാൻ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഇവരെപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഹെമറ്റോപോയറ്റിക് സെൽസ് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ 3 കാറ്റഗറീസ് ഓഫ് സെൽസ് പറഞ്ഞു. ഇനി വേറൊരു ഫേസും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ക്വിസന്റ് ഫേസ് അല്ലെങ്കിൽ G0 ഫേസ്. എന്താണ് ഈ ഫേസ് എന്ന് പറഞ്ഞാൽ? ഈ ഒക്കേഷണലി ഡിവൈഡിങ് സെൽസ്, ആവശ്യമുള്ളപ്പോൾ മാത്രം ഡിവൈഡ് ചെയ്യുന്ന സെൽസ് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാത്ത സെൽസ് അല്ലേ, അവര് ഈ G1 ഫേസിൽ നിന്ന് അല്ലെങ്കിൽ സെൽ സൈക്കിളിൽ നിന്നും അങ്ങോട്ട് എക്സിറ്റ് ചെയ്യും. ഇനി അവർ ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല, എന്തെങ്കിലും സ്റ്റിമുലസ് കിട്ടിയാൽ മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അവരെന്നിട്ട് ഒരു ഇൻആക്റ്റീവ് സ്റ്റേജിലേക്ക് കിടക്കും. അതിനെയാണ് നമ്മൾ G0 ഫേസ് അല്ലെങ്കിൽ ക്വിസന്റ് ഫേസ് എന്ന് പറയുന്നത്. സെൽസ് ദാറ്റ് ഡു നോട്ട് ഡിവൈഡ് ഫെർദർ എക്സിറ്റ് G1 ഫേസ്. G1 ഫേസിൽ നിന്ന് അല്ലെങ്കിൽ സെൽ സൈക്കിളിൽ നിന്ന് അവരങ്ങ് എക്സിറ്റ് ആകും. എന്നിട്ട് എങ്ങോട്ട് എൻട്രി ചെയ്യും? ഒരു ഇൻആക്റ്റീവ് ഫേസിലോട്ട് എൻട്രി ചെയ്യും. അതിനെ നമ്മൾ ക്വിസന്റ് സ്റ്റേജ് അല്ലെങ്കിൽ ക്വിസന്റ് ഫേസ് എന്ന് പറയും. ഓക്കെ, സെൽസ് ഇൻ ദ സ്റ്റേജ് റിമെയിൻ മെറ്റാബോളിക്കലി ആക്റ്റീവ്. മെറ്റാബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷേ ദേ ഡു നോട്ട് proliferate, they do not divide. അവർ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നതാണ് ഈ ഇൻആക്റ്റീവ് സ്റ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡ് ചെയ്യുന്നില്ല, പക്ഷെ അവർ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. അൺലെസ് കോൾഡ് ഓൺ ടു ഡൂ സോ ഡിപ്പെൻഡിങ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് ദ ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർ ഡിവൈഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ക്വിസന്റ് ഫേസിൽ ഇൻആക്റ്റീവ് സ്റ്റേജിൽ തന്നെ ഇരിക്കും.
എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന ഒരു പോർഷനാണ് ഇത് കേട്ടോ, G0 ഫേസ് അല്ലെങ്കിൽ ക്വിസന്റ് ഫേസ്. ഇതാ ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതാ ഇപ്പം ഇവിടെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്തു. ഇവരിനി ഡിവൈഡ് ചെയ്യുന്നില്ല, ഇനി ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് ചെയ്യും അല്ലേ. എക്സിറ്റ് ചെയ്തിട്ട് G0 ഫേസിലോട്ട് കിടക്കും. എന്നിട്ട് അവിടെ ഇരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതാ പിന്നെ സെൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്, ഇങ്ങനെ വന്നിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. ഇനി ആവറേജ് ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ ഹ്യൂമൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 24 hours. അതിൽ 1 hour മാത്രമേ സെൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് എന്താണ്, ഇന്റർഫേസ് ആണ്. പിന്നെ മറ്റൊരു ഓർഗാനിസത്തിന്റെ സെൽ സൈക്കിൾ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് 90 minutes. In animals, mitotic cell division is only seen in the diploid somatic cells. ആനിമൽസിന്റെ കേസിൽ ഈ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നടക്കുന്നത് ഡിപ്ലോയിഡ് സെൽസിലാണ്, ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണ്. അണ്ടർലൈൻ ദ പോയിന്റ് കേട്ടോ. മൈറ്റോസിസ് ഈസ് മെയിൻലി കൺഫൈൻഡ് ടു ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസ് ആനിമൽസിന്റെ കേസിൽ. സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ബോഡി സെൽസ് ആണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ 2 types ഓഫ് സെൽസ് ഉണ്ട്, ഒന്ന് ബോഡി സെൽസ്, മറ്റത് റീപ്രൊഡക്റ്റീവ് സെൽസ്. അറിയാലോ അല്ലേ. ഓക്കെ. ഹൗവർ there are few exceptions to this where haploid cells divide by mitosis. For example, male honeybees. അപ്പം നോർമൽ കേസിൽ ജനറലി നമ്മൾ പറയുമ്പോൾ ഡിപ്ലോയിഡ് സെൽസിൽ, ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസിലാണ് ഈ മൈറ്റോസിസ് നടക്കുക. പക്ഷേ ഹാപ്ലോയിഡ് സെൽസിനും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അതിന് ഒരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ. എന്താണ് എക്സാമ്പിൾ? മെയിൽ ഹണിബീസ്. നിങ്ങൾ അടുത്ത വർഷം പഠിക്കുന്നുണ്ട് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ടോപ്പിക്കിൽ. മെയിൽ ഹണിബീസ് ഒക്കെ ഹാപ്ലോയിഡ് ഓർഗാനിസംസ് ആണ്. അവർ ഗമേറ്റ്സ് പ്രൊഡക്ഷൻ നടത്തുന്നത് ഈ മൈറ്റോസിസ് വഴിയാണ്. ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ വന്നിട്ടാണ് മെയിൽ ഹണിബീസിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇനി പ്ലാന്റ്സിന്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അഗെയിൻസ്റ്റ് ദിസ്, പ്ലാന്റ്സ് ക്യാൻ ഷോ മൈറ്റോട്ടിക് ഡിവിഷൻസ് ഇൻ ബോത്ത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് സെൽസ്. പ്ലാന്റ് സ്പീഷീസ് വെയർ മൈറ്റോസിസ് ഈസ് സീൻ ഇൻ ദ ഹാപ്ലോയിഡ് സെൽസ്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് സെൽസിന്റെ മൈറ്റോട്ടിക് ഡിവിഷൻ കാണിക്കുന്ന പ്ലാന്റ് സ്പീഷീസിന് എക്സാമ്പിൾ. ആൻസർ ഒന്നും കൊടുത്തില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അതുപോലെ ഏത് സ്റ്റേജിലാണ് ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് സെൽസിനും ഡിപ്ലോയിഡ് സെൽസിനും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുക അല്ലേ. അപ്പോൾ ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്ന പ്ലാന്റ് സ്പീഷീസിന് എക്സാമ്പിൾസ് ഞാൻ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന ടോപ്പിക് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അത് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ഓടിപ്പോയി ആ പോർഷൻ വായിക്കണം. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പ്ലാന്റ്സ് ഫ്രം ബ്രയോഫൈറ്റ്സ് അല്ല, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓൾട്ടർനേഷൻ ജനറേഷൻ കൊടുത്തിട്ടില്ലേ, അത് വായിച്ചു നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ അതിൽ നിന്ന് പെറുക്കി എഴുതാൻ പറ്റും. പിന്നെ സ്റ്റേജസ് അറ്റ് വിച്ച് മൈറ്റോസിസ് ഈസ് സീൻ ഇൻ ദ ഹാപ്ലോയിഡ് സെൽസ്. ഹാപ്ലോയിഡ് സെൽസിന് മൈറ്റോസിസ് നടക്കുന്ന സ്റ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജ് ഓഫ് ബ്രയോഫൈറ്റ്സ്. നിങ്ങൾ ഗ്യാമറ്റോഫൈറ്റ് സ്റ്റേജും സ്പോറോഫൈറ്റ് സ്റ്റേജും ഒക്കെ പഠിക്കുന്നുണ്ട് ആ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ പ്ലാന്റ്സ് ആ ടോപ്പിക്കിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് വരാം. സെൽ ഡിവിഷൻ ഫേസ് ആണ് അല്ലേ. സെൽ ഡിവൈഡ് ചെയ്യുന്ന ഫേസ് ആണ്. അത് മൈറ്റോസിസ് ആകാം അല്ലെങ്കിൽ മയോസിസ് ആകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൈറ്റോസിസ് ആണ്. ഏത് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണെങ്കിലും അതിൽ ഫസ്റ്റ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ ന്യൂക്ലിയർ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. ഓക്കെ. ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നമ്മൾ കാരിയോകൈനസിസ് എന്ന് പറയും. സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷനെ നമ്മൾ സൈറ്റോകൈനസിസ് എന്നും പറയും. അപ്പോൾ കാരിയോകൈനസിസ് ഒക്കേഴ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ സൈറ്റോകൈനസിസ് കേട്ടോ. ഇനി കാരിയോകൈനസിന് വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്, ലൈക്ക് പ്രോഫേസ്, മെറ്റഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറലി നമ്മൾ മൈറ്റോസിസിന്റെ 4 സ്റ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ മയോസിസിന്റെ 4 സ്റ്റേജസ് ആയിട്ട് ഇവരെ പറയാറുണ്ട്. ആക്ച്വലി ഇവർ കാരിയോകൈനസിന്റെ സബ് ഡിവിഷൻസ് ആണ് അല്ലേ. ന്യൂക്ലിയർ ഡിവിഷന്റെ സബ് ഡിവിഷൻസ് ആണ്. ഇനി മൈറ്റോസിസിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്നും വിളിക്കും. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. മൈറ്റോസിസിനെ എന്തുകൊണ്ടാണ് ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് പേരന്റ് സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ക്രോമോസോംസ് തന്നെയായിരിക്കും ആഫ്റ്റർ ദ സെൽ ഡിവിഷൻ ഡോട്ടർ സെൽസിലും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക. അതുകൊണ്ട് മൈറ്റോസിസിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്നും വിളിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഫേസ് നോക്കാം, പ്രൊഫേസ്. ഫസ്റ്റ് ഫേസ് ഓഫ് കാരിയോകൈനസിസ് അല്ലേ, പ്രൊഫേസ്. പ്രൊഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ക്രോമോസോമൽ മെറ്റീരിയൽ കണ്ടെൻസസ് ടു ഫോം കോമ്പാക്ട് മൈറ്റോട്ടിക് ക്രോമോസോംസ്. അപ്പോൾ ഇന്റർഫേസിൽ സെല്ലിനകത്ത് ക്രോമോസോമൽ മെറ്റീരിയൽ നൂഡിൽസ് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇന്റർഫേസിൽ. അപ്പോൾ ഈ ഇന്റർഫേസിലെ എസ് ഫേസിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഇന്റർഫേസ് സെല്ലിൽ ക്ലിയർ അല്ല കേട്ടോ. ഈ നൂഡിൽസ് പോലെ തന്നെയായിരിക്കും ആ ക്രോമോസോമൽ മെറ്റീരിയൽ കിടക്കുക. മെറ്റേണൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, പാറ്റേണൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല.
കേട്ടോ. ഇവർ എം ഫേസിലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞു എം ഫേസിലേക്ക് വരുമ്പോൾ ഈ ന്യൂഡിയൽസ് ഇത് ശരിക്കും എന്താണ്? ക്രോമാറ്റിൻ ത്രെഡ്സ് ആണ് അല്ലെ, ക്രോമാറ്റിൻ ഫൈബേഴ്സ് ആണ്. ഇവർ എന്ത് ചെയ്യും? ക്രോമോസോമായിട്ട് കണ്ടൻസ് ചെയ്യും, ക്രോമോസോംസ് ആയിട്ട് മാറും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ട്രക്ചറിലേക്ക് അവർ വരാൻ തുടങ്ങും സെൽ ഡിവിഷൻ ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്രോമോസോമൽ മെറ്റീരിയൽ കണ്ടൻസസ് ടു ഫോം കോമ്പാക്ട് മൈറ്റോട്ടിക് ക്രോമോസോംസ്. ക്ലിയർ അല്ലേ? അതിൽ ഈ ഡയഗ്രത്തിൽ ക്ലിയർ അല്ലേ? ഓക്കെ. ക്രോമോസോംസ് ആർ സീൻ ടു ബി കമ്പോസ്ഡ് ഓഫ് 2 ക്രോമാറ്റിഡ്സ്, നമ്മുടെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്, അറ്റാച്ച് ടുഗദർ അറ്റ് ദ സെൻട്രോമിയർ. അപ്പോൾ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എപ്പോഴാണ് വരുന്നത്, എപ്പോഴാണ് ഫോം ചെയ്യുന്നത്? എസ് ഫേസിലാണ് അല്ലേ, അല്ലെങ്കിൽ അതിന് മുന്നേ അത് ഒരു ക്രോമോസോം പെയർ ആയിരുന്നു, അതിലൊരു മെറ്റേണൽ പാർട്ടും പാറ്റേണൽ പാർട്ടും ഉണ്ടായിരുന്നു. എസ് ഫേസിലേക്ക് വന്നപ്പോൾ മെറ്റേണൽ പാർട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയി, അതുപോലെ പാറ്റേണൽ പാർട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആയി അല്ലേ. അതൊക്കെ നമുക്ക് ഈ പ്രൊഫേസ് സ്റ്റേജിൽ ക്ലിയർ ആകാൻ തുടങ്ങും. ദ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അറ്റാച്ച് ടുഗദർ അറ്റ് ദ സെൻട്രോമിയർ. ഇങ്ങനെ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ്, ഇവിടെ സെൻട്രോമിയർ. Centrosome which had undergone duplication during interphase begins to move towards the opposite poles of the cell. നേരത്തെ പറഞ്ഞായിരുന്നു സെൻട്രോസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അല്ലേ, സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അവർ സെല്ലിൻ്റെ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതൊരു സെൻട്രോസോം, ഇത് അടുത്ത സെൻട്രോസോം. സെല്ലിൻ്റെ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്തു. ഇനി ഓരോ സെൻട്രോസോമിൽ നിന്നും ചെറിയ മൈക്രോട്യൂബ്യൂൾസ്, ഷോർട്ട് മൈക്രോട്യൂബ്യൂൾസ് റേഡിയേറ്റ് ഔട്ട് ചെയ്ത് നിൽക്കും. ഇവരെ നമ്മൾ ആസ്റ്റേഴ്സ് എന്ന് വിളിക്കും. ആസ്റ്റർ ഫോർമേഷനാണ് ആസ്റ്റേഴ്സ്. അതുപോലെ ഇവിടെയും ആസ്റ്റർ ഫോർമേഷൻ നടന്നിട്ടുണ്ട്, ആസ്റ്റേഴ്സ്. ഓക്കെ. ആൻഡ് അതുപോലെ ഓരോ സെൻട്രോസോമിൽ നിന്നും ലോങ് മൈക്രോട്യൂബ്യൂൾസ് റേഡിയേറ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ലോങ് മൈക്രോട്യൂബ്യൂൾസ്, ഇവരെ നമ്മൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് വിളിക്കും. സ്പിൻഡിൽ ഫൈബേഴ്സ്. ഇപ്പം ഞാൻ ആസ്റ്റേഴ്സ് പറഞ്ഞു, സ്പിൻഡിൽ ഫൈബേഴ്സ് പറഞ്ഞു. എന്താണ് ആസ്റ്റർ ലൈക്ക് അപ്പിയറൻസ്? ആസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രോസോമിൽ നിന്ന് റേഡിയേറ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഷോർട്ട് മൈക്രോട്യൂബ്യൂൾസ്, അതാണ് ആസ്റ്റേഴ്സ്. അതേപോലെ സെൻട്രോസോമിൽ നിന്ന് റേഡിയേറ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ലോങ് മൈക്രോട്യൂബ്യൂൾസ് നമ്മൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്നും വിളിക്കും. അപ്പോൾ ആസ്റ്റേഴ്സ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിലേക്ക് നമ്മൾ സൂര്യനെ വരച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ സെൻട്രീസ് കൊടുക്കാറുണ്ട് അല്ലേ. ഇതാണ് ആസ്റ്റർ ലൈക്ക് അപ്പിയറൻസ് കേട്ടോ, സ്റ്റാർ ലൈക്ക് അപ്പിയറൻസ്. ഓക്കെ. Each centrosome radiates out microtubules called asters. ആ ഷോർട്ട് മൈക്രോട്യൂബ്യൂൾസ് ആണ്. The 2 asters together with spindle fibers forms mitotic apparatus. ഈ എൻറ്റയർ തിങ്ങിനെ, ഇത് ഫുള്ള് നമ്മൾ എന്തെന്ന് പറയും? മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്ന് പറയും. അപ്പോൾ ഈ തൊട്ട് താഴെ ഞാൻ മൈറ്റോട്ടിക് അപ്പാരറ്റസിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 2 ആസ്റ്റേഴ്സ്, 2 സൈഡിലും ഫോം ചെയ്ത ആസ്റ്റേഴ്സ്. ഡ്യൂപ്ലിക്കേറ്റഡ് സെൻട്രോസോം ഇവിടെ കാണാൻ പറ്റും അല്ലേ, വിത്ത് ഡ്യൂപ്ലിക്കേറ്റഡ് സെൻട്രിയോൾസ്. അവർക്ക് ചുറ്റും ആസ്റ്റേഴ്സ് ഫോം ചെയ്തിട്ടുണ്ട്. 2 സൈഡിലെ ആസ്റ്റേഴ്സ് വിത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് അതോട് ചേരുന്നതാണ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. ഓക്കെ. And cells at the end of prophase when viewed under the microscope do not show Golgi complexes, endoplasmic reticulum, nucleolus and the nuclear envelope. ഈ ഡയഗ്രത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ ആയിരുന്നല്ലേ, അത് ഞാൻ ബ്രോക്കൺ പീസസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ് എന്നാണ് കേട്ടോ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ പ്രൊഫേസിൻ്റെ എൻഡോടുകൂടി നമ്മൾ സെല്ലിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെല്ലുലാർ ഓർഗനലൈസും ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും ഒന്നും കാണത്തില്ല. അപ്പം പ്രൊഫേസിനെ കാണിക്കാൻ വേണ്ടി 2 ഡയഗ്രാംസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. എയർലി പ്രൊഫേസ് സ്റ്റേജിലുള്ള ഡയഗ്രാം, ലേറ്റ് പ്രൊഫേസ് സ്റ്റേജിലുള്ള മറ്റൊരു ഡയഗ്രാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ബ്രോക്കൺ പീസസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങുന്നു എന്നാണ്. ലേറ്റ് പ്രൊഫേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളെ കൊടുത്തിട്ടുള്ളൂ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ, അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ക്രോമോസോംസും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിവിടെ എയർലി പ്രൊഫേസ് സ്റ്റേജിൽ ക്രോമോസോംസിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേറ്റഡ് DNA, മെറ്റേണൽ പാർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതും പാറ്റേണൽ പാർട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതും നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ക്രോമോസോംസ് ഇങ്ങനെ ത്രെഡ് ലൈക്ക് ഫാഷനിൽ കിടപ്പുണ്ട്, അത് റെപ്ലിക്കേറ്റ് ചെയ്തോ എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കൺഫ്യൂഷനാണ് അല്ലേ, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലേറ്റ് പ്രൊഫേസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഇത് മെറ്റേണൽ പാർട്ട്, ഇത് പാറ്റേണൽ പാർട്ട് ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇത് ഈ ബ്ലൂ ക്രോമോസോം, ഇത് മെറ്റേണൽ പാർട്ടും ഇത് പാറ്റേണൽ പാർട്ടും വിചാരിക്കുക. ഇവർ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര ക്രോമോസോംസ് ഈ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്? 4 ക്രോമോസോംസ് അല്ലേ. ഹാഫ് ഫ്രം മദേഴ്സ് സൈഡ് ആൻഡ് ഹാഫ് ഫ്രം ഫാദേഴ്സ് സൈഡ്. ഹാഫ് മെറ്റേണൽ ക്രോമോസോംസ് ആൻഡ് ഹാഫ് പാറ്റേണൽ ക്രോമോസോംസ് അല്ലേ. ടോട്ടൽ 4 ക്രോമോസോംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേറ്റ് പ്രൊഫേസ് സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. കണ്ടൻസ്ഡ് ക്രോമോസോംസ് വിത്ത് മെറ്റേണൽ ഡ്യൂപ്ലിക്കേറ്റഡ് DNA ആൻഡ് പെറ്റേണൽ ഡ്യൂപ്ലിക്കേറ്റഡ് DNA ഒക്കെ നമുക്ക്
ഓരോ ക്രോമോസോമിലും കാണാനായിട്ട് പറ്റും അല്ലേ. ഓൾ റൈറ്റ്. അടുത്ത ഫേസ് മെറ്റാഫേസ്. മെറ്റാഫേസിൽ എന്താണ് നടക്കുന്നത് നോക്കാം. ദ കംപ്ലീറ്റ് ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് ദ ന്യൂക്ലിയർ എൻവലപ്പ്. ഈ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്യാൻ തന്നെ ഒരു റീസൺ ഉണ്ട്. ന്യൂക്ലിയർ എൻവലപ്പ് ഡിസപ്പിയർ ചെയ്താൽ മാത്രമേ ഈ സെൻട്രിയോളിൽ നിന്ന് ഫോം ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സിന് ക്രോമോസോംസുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്രോമോസോംസ് ഇങ്ങനെ സൈറ്റോപ്ലാസ്മിൽ സ്കാറ്റർ ചെയ്ത് കിടക്കണം ശരിക്കും. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് എന്താണ്? സെൽ മെംബ്രെയിൻ ആണ് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അങ്ങനെ നമ്മൾ സെല്ലിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിൽ ഈ ക്രോമോസോംസ് ഒക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റില്ലേ, കണ്ടോ. ഇനി ഈ ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയ സെൻട്രിയോൾസ് ഇല്ലേ, കണ്ടോ, 2 പോൾസിലോട്ട് അവർ വന്നിട്ടുണ്ട്. സെല്ലിൻ്റെ 2 അറ്റത്തേക്കും വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് അവരിൽ നിന്ന് റേഡിയേറ്റ് ഔട്ട് ചെയ്ത ആസ്റ്റേഴ്സിനെയും കണ്ടോ, ആസ്റ്റേഴ്സിനെ കാണാൻ പറ്റുന്നില്ലേ. അതുപോലെ സ്പിൻഡിൽ ഫൈബേഴ്സ് കണ്ടോ, ഈ നൂല് പോലെ കിടക്കുന്ന നീളത്തിൽ കിടക്കുന്ന സാധനങ്ങൾ സ്പിൻഡിൽ ഫൈബേഴ്സ് അവർ ക്രോമോസോംസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, കണ്ടോ. ഓരോ ക്രോമോസോമുമായിട്ട് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ക്രോമോസോംസ് ആർ സ്പ്രെഡ് ത്രൂ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. കണ്ടൻസേഷൻ ഓഫ് ക്രോമോസോംസ് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദേ ക്യാൻ ബി ഒബ്സർവ് ക്ലിയർലി അണ്ടർ ദ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും ക്രോമോസോംസിൻ്റെ കണ്ടൻസേഷൻ കംപ്ലീറ്റഡ് ആകും. അപ്പോൾ മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ സെല്ലിനെ നോക്കിക്കഴിഞ്ഞാൽ ക്രോമോസോംസ് ഒക്കെ ക്ലിയർലി വിസിബിൾ ആയിരിക്കും. സോ ക്രോമോസോംസിൻ്റെ മോർഫോളജി പഠിക്കാൻ അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിക്കാൻ പറ്റിയ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മെറ്റാഫേസ് സ്റ്റേജ് ആണ് കേട്ടോ. ബിക്കോസ് ഈ സ്റ്റേജിലാണ് ക്രോമോസോംസിൻ്റെ കണ്ടൻസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആകുന്നതും മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ക്ലിയർലി വിസിബിൾ ആകുന്നു. അപ്പോൾ ക്രോമോസോമിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പറ്റിയ സ്റ്റേജ് മെറ്റാഫേസ് സ്റ്റേജ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദിസ് സ്റ്റേജ് മെറ്റാഫേസ് ക്രോമോസോം ഇസ് മേഡ് അപ്പ് ഓഫ് 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് വിച്ച് ആർ ഹെൽഡ് ടുഗദർ ബൈ ദ സെൻട്രോമിയർ. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ, 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സും മെറ്റേണൽ ക്രോമോസോമിലും പെറ്റേണൽ ക്രോമോസോമിലും ഒക്കെ. ഇത് ശരിക്കും 2 ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട് അല്ലേ മെറ്റാഫേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ട്രാൻസിഷൻ ടു മെറ്റാഫേസ് എന്ന് പറയുന്നത് പ്രോ മെറ്റാഫേസ് സ്റ്റേജ് ആണ് കേട്ടോ. പ്രോ മെറ്റാഫേസ്. ഈ പ്രോ മെറ്റാഫേസ് സ്റ്റേജിൽ ക്രോമോസോംസിലോട്ട് ആര് വന്ന് അറ്റാച്ച് ചെയ്യുന്നു? സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ക്രോമോസോംസിന്റെ കൈനറ്റോകോർ റീജിയനിലോട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഇത് സെൻട്രോമിയർ. അതിൻ്റെ സർഫസിൽ ഇരുവശത്തുമായിട്ടും ഒരു പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചർ ഉണ്ട്. 2 സെല്ലിനെ വരികയാണ്. അതിനെ നമ്മൾ കൈനറ്റോകോഴ്സ് എന്ന് വിളിക്കും. ഈ കൈനറ്റോകോഴ്സിലോട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് 2 പോൾസിൽ നിന്ന് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ ഓരോ ക്രോമോസോമിലും ഇങ്ങോട്ട് കാണാൻ പറ്റും. ഈ വൈറ്റ് കളറിൽ കൊടുത്തേക്കുന്നതൊക്കെ കൈനറ്റോകോഴ്സാണ്. കൈനറ്റോകോഴ്സിലോട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ക്രോമോസോം എടുത്തു കഴിഞ്ഞാൽ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അല്ല, ആ ഒരു ക്രോമോസോം എടുത്തു കഴിഞ്ഞാൽ അത് 2 പോളിലോട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു ക്രോമാറ്റിഡ് ഈ ഒരു പോളിലോട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്, അടുത്തത് ഓപ്പോസിറ്റ് പോളിലോട്ടും ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ, അറ്റാച്ച്മെൻറ്റ് വന്നേക്കുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സുമായിട്ട് അല്ലേ. ഓക്കെ, ഇനി തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് മെറ്റാഫേസ് സ്റ്റേജ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. The small disc-shaped structures at the surface of the centromere are called kinetochores. Spindle fibers attached to kinetochores of chromosomes. ഞാൻ ഓൾറെഡി പറഞ്ഞു. Chromosomes are moved to spindle equator and get aligned along metaphase plate through spindle fibers to both the poles. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും, ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ക്രോമോസോംസ് സ്പിൻഡിൽ ഫൈബേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഒരു നൂലിൽ എങ്ങനെയാണ് ഇവർ കോർത്തിട്ടുള്ളത്? ഒരു നൂലിൽ കോർത്ത പോലെയാണ് ക്രോമോസോംസ് കിടക്കുന്നത് അല്ലേ. ഈ നൂലെ കൂടെ ഇവരിങ്ങനെ മൂവ് ചെയ്ത് ആ സ്പിൻഡിലിൻ്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യും. തൊട്ട് താഴത്തെ ഡയഗ്രത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ക്രോമോസോംസ് സ്പിൻഡിലിൻ്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്തല്ലേ. ഈ ഒരു പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റിനെയാണ് നമ്മൾ മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ദ പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ് ഓഫ് ക്രോമോസോംസ് അറ്റ് മെറ്റാഫേസ് സ്റ്റേജ് ഇസ് റെഫേർഡ് ടു ആസ് മെറ്റാഫേസ് പ്ലേറ്റ്. അതായത് സ്പിൻഡിലിൻ്റെ ഇക്വേറ്ററിൽ വന്ന് ക്രോമോസോംസ് അലൈൻ ചെയ്യും. മെറ്റാഫേസ് സ്റ്റേജിൽ നമ്മൾ സെല്ലിനെ മൈക്രോസ്കോപ്പിൽ കൂടെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രോമോസോംസ് എങ്ങനെ സ്പിൻഡിൽ ഇക്വേറ്ററിൽ അടുങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ല സുന്ദരമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ അനിയൻ റൂട്ട് ടിപ്പിലെ മൈറ്റോസിസ് ലാബിൽ ചെയ്തവരാണെങ്കിൽ ചെയ്യും കേട്ടോ. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സ്റ്റേജസും നല്ല സുന്ദരമായിട്ട് കാണാൻ പറ്റും. യെസ്, അപ്പോൾ എന്താണ് മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ? ദ പ്ലെയിൻ ഓഫ് അലൈൻമെൻറ്റ് ഓഫ് ക്രോമോസോംസ് അറ്റ് മെറ്റാഫേസ് സ്റ്റേജ്. ഇതാണ് ആ മെറ്റാഫേസ് പ്ലേറ്റ് അല്ലേ. ഇങ്ങനെ ക്രോമോസോംസ് വന്ന് അലൈൻ ചെയ്യും. അങ്ങനെ അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, ഓരോ ക്രോമോസോമിൻ്റെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എടുക്കുക. ഒരെണ്ണം ഈ ഒരു പോളിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു, മറ്റേത് ഓപ്പോസിറ്റ് പോളിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ ഡയഗ്രം കണ്ട് പേടിക്കേണ്ട. ഇത് ഞാൻ
സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമോസോംസ് ആയിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഡയഗ്രാമാണ് കേട്ടോ. ഇത് ശരിക്കും ആസ്ട്രസ് ആണ് അല്ലേ, ആസ്ട്രൽ സ്പിൻഡിൽ മൈക്രോട്യൂബ്യൂൾസ് ഈ സെൻട്രോസോമിൽ നിന്ന് ഫോം ചെയ്യുന്ന, ഇത് അടുത്ത സെൻട്രോസോമിൽ നിന്ന് ഫോം ചെയ്യുന്ന ആസ്ട്രൽ സ്പിൻഡിൽ മൈക്രോട്യൂബ്യൂൾസ്. പിന്നെ സ്പിൻഡിൽ ഫൈബേഴ്സും കൊടുത്തിട്ടുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, ക്രോമോസോമൽ സ്പിൻഡിൽ ഫൈബേഴ്സും പോളാർ സ്പിൻഡിൽ മൈക്രോട്യൂബ്യൂൾസും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ക്രോമോസോമൽ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമോസോംസുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ്, ക്രോമോസോമൽ സ്പിൻഡിൽ ഫൈബേഴ്സ്. അടുത്തത് പോളാർ സ്പിൻഡിൽ മൈക്രോട്യൂബ്യൂൾസ് ആണ്. പോളാർ സ്പിൻഡിൽ ഫൈബേഴ്സ് അവർ ക്രോമോസോമുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഇത് ഇരുവശത്തുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ, ഇത് കണ്ടോ, പോളാർ സ്പിൻഡിൽ മൈക്രോട്യൂബ്യൂൾസ്. ഇനി അടുത്ത സ്റ്റേജ് അനാഫേസ് അല്ലേ. അനാഫേസ് സ്റ്റേജിൽ എന്താണ് നടക്കുന്നത്? ക്രോമോസോംസിന്റെ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. എങ്ങനെയാണ് ക്രോമോസോംസ് അനാഫേസ് സ്റ്റേജിൽ മൂവ് ചെയ്യുന്നത്? ഓരോ ക്രോമോസോമിൽ നിന്നും എങ്ങനെയാണ് ക്രോമോസോം ഇരിക്കുക, 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഉള്ള ക്രോമോസോം അല്ലേ, ഇതിൻ്റെ സെൻട്രോമിയർ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ സെപ്പറേറ്റഡ് ക്രോമാറ്റിഡ്സ് 2 പോൾസിലോട്ട് മൂവ് ചെയ്യും, ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യും. സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. Separated chromatids move towards the opposite poles of the cell. Easy, simple. Polar microtubules push each other elongating the cell. ഈ ക്രോമാറ്റിഡ്സ് മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ പോളാർ മൈക്രോട്യൂബ്യൂൾസ് ഞാൻ പറഞ്ഞില്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യും, അങ്ങനെ സെല്ലൊന്ന് ഇലോങ്ങേറ്റ് ചെയ്യും. ശരിക്കും സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലിനെ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കുകയാണ് അല്ലേ, അപ്പോൾ സെല്ലൊന്ന് ഇലോങ്ങേറ്റ് ചെയ്ത് വരും. അത് നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത് ശരിക്കും ഇത് മെറ്റേണൽ ക്രോമോസോമിൻ്റെ 2 സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണെന്ന് വിചാരിക്കുക. അതിലൊന്ന് ഇങ്ങോട്ട് പോയി, ഒന്ന് ഇപ്പുറത്തോട്ട് പോയി. അതുപോലെ ഓരോ ക്രോമോസോമിൻ്റെയും സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ ഒന്ന് ഒരു പോളിലോട്ട് പോകും, അടുത്തത് ഓപ്പോസിറ്റ് പോളിലോട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് 2 സെൽസ് ആയിട്ട് മാറേണ്ടതാണ് അല്ലേ, ഇങ്ങനെ 2 സെൽസ് ആയിട്ട് മാറേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ സെല്ലിലും ഒരു മെറ്റേണൽ കോപ്പിയും ഒരു പെറ്റേണൽ കോപ്പിയും, അങ്ങനെ ഈ 2 സെൽസും ഐഡന്റിക്കൽ ആയിട്ട് വരൂല്ലേ. അടുത്ത ഫേസ്, ലാസ്റ്റ് ഫേസ് ഓഫ് കാരിയോകൈനസിസ്, ടീലോഫേസ് അല്ലേ. ടീലോഫേസിൽ ഈ മൂവ് ചെയ്യുന്ന ക്രോമാറ്റിഡ്സ് അല്ലെങ്കിൽ ക്രോമോസോംസ് സെല്ലിൻ്റെ 2 പോൾസിലും വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദേ വിൽ ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദ സെൽ. ആ 2 പോൾസിലും വന്ന് അവർ ക്ലസ്റ്റർ ചെയ്യും കേട്ടോ. ക്രോമോസോംസ് ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് സ്പിൻഡിൽ പോൾസ് ആൻഡ് ദെയർ ഐഡന്റിറ്റി ഈസ് ലോസ്റ്റ്. അവരുടെ ഐഡന്റിറ്റി ലോസ് ആകും എന്ന് പറഞ്ഞാൽ ഈ അനാഫേസ് സ്റ്റേജിൽ ക്രോമോസോംസ് മൂവ് ചെയ്യുന്ന സമയത്ത് വരെ അവർ ഇങ്ങനെ ആയിരുന്നിരുന്നത് അല്ലേ, ഇങ്ങനെ ആയിരുന്നിരുന്നത്. പക്ഷേ ടീലോഫേസ് സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ എന്താണെന്ന് അറിയാവോ, ഈ ക്രോമോസോംസ് എല്ലാം കൂടെ എന്താണ് ഇങ്ങനെ നേരത്തെ നൂഡിൽസിലോട്ട് തിരിച്ചു പോകും. ദാറ്റ് മീൻസ് ക്രോമോസോംസ് ടു ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ഇപ്പോൾ ക്രോമോസോംസിൻ്റെ ഐഡന്റിറ്റി ലോസ് ആകും. സോ ദെയർ ഐഡന്റിറ്റി ഈസ് ലോസ്റ്റ് ആസ് ഡിസ്ക്രീറ്റ് എലമെന്റ്സ്. ദാറ്റ് മീൻസ് ക്രോമോസോംസ് ആർ ഡീകണ്ടൻസ്ഡ്. ക്രോമോസോംസ് ഡീകണ്ടൻസ് ചെയ്യും അല്ലേ, ക്രോമോസോംസ് ഇൻ ടു ക്രോമാറ്റിൻ ഫൈബേഴ്സ്. ന്യൂക്ലിയർ എൻവലപ്പ് ഡെവലപ്സ് അറൌണ്ട് ദ ക്രോമോസോം ക്ലസ്റ്റേഴ്സ് അറ്റ് ഈച്ച് പോൾ ഫോമിംഗ് 2 ഡോട്ടർ ന്യൂക്ലിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രോമോസോം എന്ന് പറഞ്ഞൊരു സംഗതി ഇപ്പോൾ ഇവിടെ ഇല്ല അല്ലേ, കണ്ടോ, കുറച്ച് റെഡ് കളറിൽ ബ്ലൂ കളറിൽ എന്തോ സാധനങ്ങൾ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. അതെന്താണ്? ക്രോമാറ്റിൻ ത്രെഡ്സ് ആണ് അല്ലേ. ഇവിടെ ക്ലസ്റ്റർ ചെയ്ത ക്രോമോസോംസിന് ചുറ്റും എന്ത് ഫോം ചെയ്യുന്നു? ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. നേരത്തെ ഡിസപ്പിയർ ചെയ്തു പോയ ന്യൂക്ലിയർ എൻവലപ്പ് ഫോം ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2 ഡോട്ടർ ന്യൂക്ലിയർ ഫോം ചെയ്യുകയാണ് അല്ലേ. ഗോൾജി കോംപ്ലക്സ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോംസ്. ഡിസപ്പിയർ ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ച് ഫോം ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദസ് ജനറ്റിക്കലി ഐഡന്റിക്കൽ 2 ഡോട്ടർ ന്യൂക്ലിയർ അപ്പിയർ. ഇത് 2 ഡോട്ടർ ന്യൂക്ലിയർ ആണ് അല്ലേ. ഇതോടുകൂടി കാരിയോകൈനസിസ് കംപ്ലീറ്റഡ് ആയി, ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കംപ്ലീറ്റഡ് ആയി. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇനി എന്താണ് നടക്കേണ്ടത്? ഇനി നടക്കേണ്ടത് സൈറ്റോകൈനസിസ് ആണ്. ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ. അത് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുക. നമുക്ക് ആനിമൽ സെല്ലിന്റെ ഫസ്റ്റ് നോക്കാം. ആനിമൽ സെല്ലിൽ ഒരു ക്ലീവേജ് ഫറോ അപ്പിയർ ചെയ്യുന്നു കേട്ടോ. ഒരു ഫറോ അപ്പിയർ ചെയ്യുന്നു. എവിടാ? സെൽ മെംബ്രെയിനിൽ, പ്ലാസ്മ മെംബ്രെയിനിൽ ഇരുവശത്തുമായിട്ട് ഫറോ ഫോം ചെയ്യുന്നു. അത് പിന്നെ സെൻറ്ററിലേക്ക് ഡീപ്പൺ ചെയ്തിട്ടാണ് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ആഫ്റ്റർ അനാഫേസ് മൈക്രോ ഫിലമെന്റ്സ് ഫോം അറൌണ്ട് ദ സെന്റർ ഓഫ് ദ സെൽ. സെല്ലിന്റെ സെന്ററിൽ മൈക്രോ ഫിലമെന്റ്സ് ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. അത് പിന്നെ കൺസ്ട്രക്ട് ചെയ്യും. മൈക്രോ ഫിലമെന്റ്സ് കൺസ്ട്രക്ട് ഫോമിങ് ക്ലീവേജ് ഫറോ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഇരുവശത്തുമായിട്ട് ക്ലീവേജ് ഫറോ ഫോം ചെയ്തു, കണ്ടോ. എന്നിട്ട് ഈ ഫറോ സെന്ററിലേക്ക് ഡീപ്പൺ ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെല്ലിനെ 2 ആയിട്ട് ക്ലീവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സൈറ്റോകൈനസിസ് ആനിമൽ സെല്ലിൽ നടക്കുക. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ വേറെ രീതിയിലാണ് നടക്കുക കേട്ടോ. ബൈ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. സെല്ലിന്റെ സെന്ററിൽ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നു. ഇവിടെ ഈ സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നത് വെസിക്കിൾസ് ഫ്യൂസ് ചെയ്തിട്ടാണ്.
ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോളോയിങ് അനാഫേസ് കാർബോഹൈഡ്രേറ്റ് റിച്ച് വെസിക്കിൾസ് ഫോം അറൌണ്ട് ദ സെൻറ്റർ ഓഫ് ദ സെൽ. അനാഫേസ് സ്റ്റേജിനെ ഫോളോ ചെയ്തുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള വെസിക്കിൾസ് സെല്ലിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ കൂടിച്ചേരുന്നു. എന്നിട്ട് ഈ വെസിക്കിൾസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, വെസിക്കിൾസ് ഫ്യൂസ് ആൻഡ് സെൽ പ്ലേറ്റ് ഇസ് ബിഗിൻസ് ടു ഫോം. ഇവിടെ ഒരു സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നു. അത് പിന്നെ പുറത്തേക്ക് കണ്ടോ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൽ പ്ലേറ്റ് കംപ്ലീറ്റ്ലി ഫോംഡ് ക്രിയേറ്റിംഗ് 2 സെപ്പറേറ്റ് സെൽസ്. അപ്പോൾ ആനിമൽ സെല്ലിൽ പുറത്തുനിന്ന് അകത്തോട്ട് ഒരു ഫറോ ഫോം ചെയ്തിട്ട് അത് പുറത്തുനിന്ന് അകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ് സെല്ലിൽ സെൽ പ്ലേറ്റിൽ സെല്ലിൻ്റെ മിഡിൽ സെൻറ്ററിൽ ഫോം ചെയ്തിട്ട് പുറത്തേക്ക് സെല്ലിന് ഇരുവശത്തോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, in plant cells, cell plate is formed at the center of the cell and grows outward to meet the existing lateral walls. നമുക്കറിയാം പ്ലാന്റ് സെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് സെൽ വോൾ അല്ലേ. ആൻഡ് ഈ ദ സെൽ പ്ലേറ്റ് ഈസ് ദ പ്രീകേഴ്സർ ഓഫ് ദ സെൽ വോൾ. സെൽ വോളിൻ്റെ പ്രീകേഴ്സറാണ് ഈ സെൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ റെപ്രസെൻറ്റ് ദ മിഡിൽ ലാമെല്ല ബിറ്റ്വീൻ ദ വോൾസ് ഓഫ് ദ അഡ്ജസൻറ്റ് സെൽസ്. അപ്പം ഇതിങ്ങനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 സെൽസ് ഫോം ചെയ്തു. പിന്നെ ആ സെൽ പ്ലേറ്റ് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും? മിഡിൽ ലാമെല്ലയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, and in some organisms karyokinesis is not followed by cytokinesis, as a result of which multinucleate condition arises leading to the formation of syncytium. ചില ഓർഗാനിസംസിൽ ഈ കാരിയോകൈനസിസ് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി സൈറ്റോകൈനസിസ് നടക്കണം അല്ലേ, എന്നാലേ സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യത്തുള്ളൂ, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ഇനി കാരിയോകൈനസിസിനെ ഫോളോ ചെയ്ത് സൈറ്റോകൈനസിസ് നടക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ പറ്റുക? ഒരു സെല്ലിനകത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ വരും അല്ലേ. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, ഈ സെല്ലിലുണ്ടായിരുന്ന ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷേ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല, 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നില്ല. അങ്ങനെയാകുമ്പോൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ അറൈസ് ചെയ്യും അല്ലേ. അതിനെ നമ്മൾ സിൻസീഷ്യം എന്ന് പറയും. ഒന്നും പേടിക്കേണ്ട, സിൻസീഷ്യം എന്ന് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ഇൻ എ സിംഗിൾ സെൽ. അതിനാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയുക, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സിലെ ലിക്വിഡ് എൻഡോസ്പോം ഇൻ കോക്കനട്ട്. കോക്കനട്ടിലെ മിൽക്കി വാട്ടർ ഇല്ലേ, അത് സിൻസീഷ്യത്തിന് ഒരു എക്സാമ്പിളാണ്. അതേപോലെ ആനിമൽസിൽ നിങ്ങൾക്ക് മസിൽ സെൽസ് എഴുതാം കേട്ടോ. മസിൽ സെൽസ് സിൻസീഷ്യത്തിന് മറ്റൊരു എക്സാമ്പിളാണ്. ഓൾ റൈറ്റ്, അപ്പോൾ മൈറ്റോസിസിൻ്റെ ഒരു ഡയഗ്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഡയഗ്രം. ഞാൻ വരച്ച ഡയഗ്രമാണ്, നിങ്ങൾക്കും ഇങ്ങനെ വരച്ച് പഠിക്കാം, ഒരിക്കലും മറന്നു പോകത്തില്ല. പാരന്റ് സെൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 ക്രോമോസോംസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 4 ക്രോമോസോംസ്. അതിൽ ഹാഫ് മെറ്റേണൽ ആൻഡ് ഹാഫ് പെറ്റേണൽ. അപ്പോൾ ഞാനിവിടെ ഇത് ശരിക്കും ഈ ക്രോമോസോം പേരിൻ്റെ മെറ്റേണൽ കോപ്പിയും പെറ്റേണൽ കോപ്പി രണ്ടും ഒരു കളറിലാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മെറ്റേണൽ കോപ്പി പെറ്റേണൽ കോപ്പി, അങ്ങനെ 4 ക്രോമോസോംസ് കൊടുത്തിട്ടുണ്ട്. ഇവർ G1 ഫേസിൽ ഇങ്ങനെയാണ് ഇരിക്കുക. S ഫേസിൽ വന്നപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, മെറ്റേണൽ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, പെറ്റേണലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇവിടെ മെറ്റേണലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, പെറ്റേണലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റഡ് DNA ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി പ്രൊഫേസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, സെൽ ഡിവിഷൻ ഫേസിൽ ഫസ്റ്റ് ഫേസിലെ പ്രൊഫേസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ക്രോമോസോംസ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ശരിക്കും S ഫേസിൽ നമുക്ക് ഇങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡയഗ്രത്തിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ശരിക്കും നമുക്കിങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ പ്രൊഫേസ് സ്റ്റേജിൽ ക്രോമോസോംസ് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. പിന്നെ മൈറ്റോട്ടിക് അപ്പാരറ്റസിൻ്റെ ഫോർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റഡ് സെൻട്രിയോൾസ് സെല്ലിൻ്റെ 2 പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് ആസ്റ്റേഴ്സ് ഫോം ചെയ്യും, അതുപോലെ സ്പിൻഡിൽ ഫൈബേഴ്സും ഫോം ചെയ്യും. എന്നിട്ട് ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് മൈറ്റോട്ടിക് അപ്പാരറ്റസ് നമ്മൾ പറയുമെന്ന് പറഞ്ഞില്ലേ. മൈറ്റോട്ടിക് അപ്പാരറ്റസിൻ്റെ ഫോർമേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ. ഇനി അടുത്ത സ്റ്റേജ് മെറ്റാഫേസ് സ്റ്റേജ് ആണല്ലേ. മെറ്റാഫേസ് സ്റ്റേജിൽ സെൻട്രോസോമിൽ നിന്നും ഫോം ചെയ്യുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ് ഇല്ലേ, അവർ ക്രോമോസോംസുമായിട്ട് കണക്ട് ചെയ്യുന്നു, ക്രോമോസോംസിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു ഫ്രം ബോത്ത് പോൾസ് അല്ലേ. കണ്ടോ, 2 പോൾസിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ക്രോമോസോംസിലെ കൈനറ്റോകോർ റീജിയനിലോട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്നിട്ട് ഈ ക്രോമോസോംസ് സ്പിൻഡിലിൻ്റെ ഇക്വേറ്ററിൽ വന്ന് അലൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് അലൈൻ ചെയ്യുന്നു. ഇനി അടുത്ത ഫേസ് അനാഫേസ്. അനാഫേസിൽ എന്താ നടക്കുന്നത്? ക്രോമോസോമിൻ്റെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യുന്നു, അങ്ങനെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്ത സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലോട്ട് മൂവ് ചെയ്യുന്നു. അടുത്തത് ടീലോ ഫേസ്, ലാസ്റ്റ് ഫേസ് അല്ലേ. ഇവിടെ മൂവ് ചെയ്ത ക്രോമോസോംസ് സെല്ലിൻ്റെ 2 പോളിലും വന്ന് സെറ്റിൽ ചെയ്യുന്നു, അവിടെ ക്ലസ്റ്റർ ചെയ്യുന്നു. ആൻഡ് അവരുടെ ഐഡൻറ്റിറ്റി ലോസ് ആകുന്നു, ക്രോമോസോം എന്ന ഐഡൻറ്റിറ്റി ലോസ് ആകുന്നു. അവർ തിരിച്ച് ക്രൊമാറ്റിൻ ത്രെഡ്സ് ആയിട്ട് മാറുന്നല്ലേ. ഓക്കെ, ആൻഡ് അവർക്ക് ചുറ്റും എന്ത് ഫോം ചെയ്യുന്നു? ന്യൂക്ലിയർ മെംബ്രെയിൻ റീഫോം ചെയ്യുന്നു. അങ്ങനെ 2 ഡോട്ടർ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. ഇനി ഇതിനെ ഫോളോ ചെയ്തിട്ട് സൈറ്റോകൈനസിസ് നടക്കുന്നു. ദാറ്റ് മീൻസ് സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷൻ.
അപ്പോൾ 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു അല്ലേ, ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. മൈറ്റോസിസിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ്? പാരന്റൽ സെല്ലിൽ എത്ര നമ്പർ ഓഫ് ക്രോമോസോംസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ക്രോമോസോംസ് അല്ലെങ്കിൽ അതേ ജനറ്റിക് മെറ്റീരിയലാണ് ഡോട്ടർ സെൽസിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുക. സോ പാരന്റൽ സെല്ലിൽ എത്ര ക്രോമോസോംസ് ഉണ്ടായിരുന്നു ഇവിടെ? 4. ഹാഫ് ഫ്രം മദർ സൈഡ് ആൻഡ് ഹാഫ് ഫ്രം ഫാദർ സൈഡ് അല്ലേ, പകുതി മദറിന്റെ സൈഡിൽ നിന്നും പകുതി ഫാദറിന്റെ സൈഡിൽ നിന്നും, ഹാഫ് മെറ്റേണൽ ആൻഡ് ഹാഫ് പെറ്റേണൽ, അങ്ങനെ 4 ക്രോമോസോംസ് ഉണ്ടായിരുന്നു. ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴുണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ എത്ര ക്രോമോസോംസ് ഉണ്ട് നോക്കിയിട്ട് പറയും. സെയിം തന്നെയാണ് അല്ലേ, സെയിം ജനറ്റിക് മെറ്റീരിയലാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. 4 ഇതാ ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മെറ്റേണൽ കോപ്പി ഒരു പെറ്റേണൽ കോപ്പി, ഒരു മെറ്റേണൽ പാർട്ടും ഒരു പെറ്റേണൽ പാർട്ടും, അതുപോലെ ഒരു മെറ്റേണൽ പാർട്ടും ഒരു പെറ്റേണൽ പാർട്ടും, അങ്ങനെ 4 ക്രോമോസോംസ് അല്ലേ. അപ്പോൾ ഡോട്ടർ സെൽസ് വിത്ത് ഐഡന്റിക്കൽ ജനറ്റിക് മെറ്റീരിയൽ, ഐഡന്റിക്കൽ ജനറ്റിക് മെറ്റീരിയലാണ് ഡോട്ടർ സെൽസിൽ ഉണ്ടാകുക. ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നില്ല ജനറ്റിക് മെറ്റീരിയൽ അല്ലെ ക്രോമോസോമിൻ്റെ നമ്പറിൽ. സോ ഇതിനെ നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ്. എന്തൊക്കെയാണ് മൈറ്റോസിൻ്റെ സിഗ്നിഫിക്കൻസസ്? ഒന്നാമത്തത്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഡിപ്ലോയിഡ് ഡോട്ടർ സെൽസ് വിത്ത് സെയിം ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ സെയിം ആണ്, ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നില്ല അല്ലേ. ആൻഡ് ഗ്രോത്ത് ഓഫ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്, നമ്മുടെയൊക്കെ ഗ്രോത്തിന് മൈറ്റോസിസ് വേണം അല്ലേ. ടു റീസ്റ്റോർ ദ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ, ഞാൻ പറഞ്ഞു സെൽ ഗ്രോത്ത് ഉണ്ട്, മീൻസ് അതിൻ്റെ സൈറ്റോപ്ലാസ്മിക് കണ്ടന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാകുമ്പോൾ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോയിൽ ഒരു ഇംബാലൻസ് ഉണ്ടാകും അല്ലേ. അപ്പോൾ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ആൻഡ് റീപെയർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ സെൽസ് റീപെയർ ചെയ്യണം അല്ലെങ്കിൽ സെൽസ് റിന്യൂ ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് മൈറ്റോസിസ് വേണം. ഫോർ എക്സാമ്പിൾ, സെൽസ് ഓഫ് ദ അപ്പർ ലെയർ ഓഫ് എപ്പിഡർമിസ്, സെൽസ് ഓഫ് ദ ലൈനിങ് ഓഫ് ഗട്ട്, ബ്ലഡ് സെൽസ്, ഇവരൊക്കെ എപ്പോഴും റിന്യൂ ചെയ്യേണ്ട സെൽസ് ആണ്, റീപ്ലേസ് ചെയ്യേണ്ട സെൽസ് ആണ് അല്ലേ. അപ്പോൾ അതിന് മൈറ്റോസിസ് ആവശ്യമാണ്. ആൻഡ് ഇൻ പ്ലാന്റ്സ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, നമുക്കറിയാം പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുന്ന ഒരു പെർട്ടിക്കുലർ റീജിയൻ ഉണ്ട്, നമ്മൾ അതിനെ മെരിസ്റ്റംസ് എന്ന് വിളിക്കും. അവിടെയാണ് സെൽസ് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, മെരിസ്റ്റംസ്. അപ്പോൾ പ്ലാന്റ്സിൽ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ ഗ്രോത്തിന് മൈറ്റോസിസ് വേണം. അപ്പോൾ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസസ് ഓഫ് മൈറ്റോസിസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ആണ്, ദാറ്റ് ഈസ് മയോസിസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.